ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് S3 മെക്കാനിക്കൽ സ്റ്റുഡൻസിന്റെ നോ യുവർ സെമിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് S3-യിലെ നിങ്ങളുടെ തേർഡ് സെമിസ്റ്ററിനെ നിങ്ങൾക്ക് മൊത്തത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഓൾറെഡി 1 and 2 സെമിസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് തുടങ്ങുകയായിരിക്കും അല്ലേ? എന്താണ് ഇതിന് ഡിഫറൻസ്? S3 മുതലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏത് കോളേജിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കുമ്പോഴും S1 and S2 എന്ന് പറയുന്നത് നിങ്ങൾ അവിടുത്തെ കുട്ടികളാണ്. ആ കോളേജിലെ വളരെ ചെറിയ കുട്ടികൾ, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് കുട്ടികളെ കണക്കാക്കില്ലേ, അവിടെ പുതിയതായിട്ട് ഇൻഡക്ട് ചെയ്ത കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ S1ഉം S2 ആകുമ്പോൾ നിങ്ങൾ അവിടെ ടീച്ചേഴ്സ് മിക്ക കോളേജിലും ട്രീറ്റ് ചെയ്യുക വളരെ നല്ല മക്കളായിട്ടും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കെയറിങ്ങും ഒക്കെ തരുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ ടീച്ചേഴ്സും ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സും നന്നായിട്ട് ക്ലാസ് എടുത്ത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ബാക്കിൽ കൂടി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഇന്റേണൽസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ബാക്കിൽ കൂടുന്ന ഈ ടീച്ചേഴ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ബാക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്സ് കിട്ടാൻ ഈ ടീച്ചേഴ്സ് ചിലപ്പോൾ ഇതിന്റെ ബാക്കപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇവര് ബാക്കിൽ കൂടിയിട്ടുണ്ടാവും. പക്ഷെ എൻറ്റയർ സിനാരിയോ മാറാൻ പോവാണ് വൺസ് യു സ്റ്റെപ്പ് ഓൺ ടു ദി സെക്കൻഡ് ഇയർ, ദാറ്റ് ഈസ് S3. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ടീച്ചേഴ്സിന്റെ സൈഡിൽ മാത്രമല്ല, ഈവൻ ദ മെന്റാലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് അതിലും മാറ്റമുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏത് കോളേജും ഒരു നിലവാരം അളക്കുന്നതാണ് പൊതുവെ കോളേജിന്റെ അക്രിഡേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എല്ലാ കോളേജും അവരവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ കോളേജിന് അക്രിഡേഷൻ പ്രോസസ്സ് നാഷണൽ ലെവൽ ഉണ്ടാവാറുണ്ട്. മെയിൻലി നമ്മുടെ ഇന്ത്യയിൽ 2 രീതിയിലുള്ള അക്രിഡേഷൻ ആണ് പൊതുവെ പറയാറുള്ളത്. ഒന്ന് നാക്കിന്റെ അക്രിഡേഷനും പിന്നെ ഒന്ന് NBA അക്രിഡേഷനും. നാക് അക്രിഡേഷൻ എന്ന് പറയുമ്പോൾ മൊത്തം കോളേജിന്റെ കേസാണ്. NBA അക്രിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അക്രിഡേഷൻ പ്രോസസ്സാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ പറയുന്നത് എന്തിനാ വെച്ചാൽ, എല്ലാ അക്രിഡേഷൻ പ്രോസസ്സിലും ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വളരെ മാൻഡേറ്ററി ആണ്. അതിന് നല്ല പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ടിന് വളരെയധികം മാർക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കോളേജിലും പൊതുവെ ഫസ്റ്റ് ഇയറിൽ അവിടെ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം അതിന്റെ പോയിന്റ്സ് അവർക്ക് കിട്ടിയാലേ അക്രിഡേഷൻ വർക്കിൽ അത് പോയിന്റ്സ് ആയിട്ട് ആഡപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്ക കോളേജിലും ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ കഴിയുന്നതും അവർ ഫസ്റ്റ് ഇയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇടാനാണ് ശ്രമിക്കാറുള്ളത്. എന്ന് വിചാരിച്ച് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും എടുക്കുന്നവരൊക്കെ മോശമാണെന്നല്ല, അവിടെ അന്തരമുണ്ട്. എടുക്കുന്ന സബ്ജക്ട്സുകളുടെ അന്തരം വളരെ വലുതാണ്. ഇപ്പൊ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സിലേക്ക് കയറുന്നവർക്ക് കുറെ ഫെമിലിയർ ആയിട്ട് സബ്ജക്ട് ഉണ്ടാവും. ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും. പിന്നെ നമ്മൾ പ്ലസ് 2 പഠിച്ച ഫിസിക്സ് തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് കൊണ്ട് സബാക്കിയിട്ട് വേറെ സബ്ജക്ട്സുകളായിട്ടുണ്ടാവും. പിന്നെ ചില ഇൻട്രൊഡക്ഷൻ സബ്ജക്റ്റുകൾ ഉണ്ടാവും. പിന്നെ പുതിയതായിട്ടെന്ന് പറയാൻ ഗ്രാഫിക്സ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനത്തെ ഒക്കെ ചില സബ്ജക്റ്റുകൾ മാത്രമേ പുതിയതായിട്ടുള്ളൂ. മിക്കതും നമുക്കൊരു പ്ലസ് 2യുടെ ഒരു കണ്ടിന്യൂഷൻ തന്നെ നമുക്കൊരു ഫീലിംഗ് വരും. പിന്നെ മാത്സും അതേപോലെ തന്നെ കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട്, പഴയത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. വൺസ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ സബ്ജക്ട്സ് പക്ക കോർ സബ്ജക്ട്സ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ S3 മെക്കാനിക്കലിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഞാൻ ഇൻഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് S3-യിൽ ഇവിടെ മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ്, നമ്മുടെ ഗ്രൂപ്പിന്റെ പേരാണ് ഫിസിക്കൽ സയൻസ്. അത് തേർഡ് സെമിസ്റ്ററിലായതുകൊണ്ടാണ് മാത്തമാറ്റിക്സ് ഒഴിവാക്കിയുള്ള പരിപാടി നമുക്ക് എഞ്ചിനീയറിംഗ് ഇല്ല. അപ്പൊ അവിടെ മാത്തമാറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, ആ സോളിഡ്സിൽ അവിടെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെരിഞ്ഞ് ഷിയർ ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും നോർമൽ ആയിട്ടുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് സോളിഡ്സിൽ ഷേപ്പ് ചേഞ്ച് ഉണ്ടാവുക, എങ്ങനെയാണ് അതിൽ അവിടെ ഫോഴ്സസ് ആക്ട് ചെയ്യുക, അവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ ചില കമ്പികളൊക്കെ നമ്മളിങ്ങനെ വളച്ചു പിടിക്കൂലേ, അപ്പൊ അതിന്റെ പിന്നിൽ എത്ര സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, അതിന്റെ ബക്ലിംഗ് എത്ര ഉണ്ട്, എത്രയാണ് ഷിയർ ഫോഴ്സ് വരിക, ബെൻഡിങ് മൊമെന്റ് വരുന്നത് എത്ര, അങ്ങനെ കുറെ, അതായത് സോളിഡ്സിന്റെ
ഒരു മെക്കാനിസം പഠിക്കുകയാണ് അതിൽ ചെയ്യുക. സോളിഡ്സിന് ഫോഴ്സസ് വരുമ്പോഴും വളഞ്ഞു പിടിക്കുമ്പോൾ ബക്ലിംഗ് ചെയ്യണ നേരത്തും അങ്ങനെ ഒരുപാട് സോളിഡ്സിന്റെ ബേസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പഠിക്കുന്നത്. നിങ്ങൾക്കും മെക്കാനിക്കൽക്കാർക്കുണ്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഉണ്ടാവും മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അത് S3 എന്ന് എനിക്കറിയില്ല. ഈ സബ്ജക്ട് നമ്മുടെ ഈ രണ്ട് ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ റെലവൻസ് കൊടുക്കുന്ന ഏരിയകൾ ചെറിയ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലെങ്കിലും മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ സെയിം തന്നെയാണ്. അടുത്ത സബ്ജക്റ്റ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി. ഇവിടെ നമ്മൾ സോളിഡിന്റെ മെക്കാനിക്സ് നമ്മൾ പഠിക്കും. ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുക ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയിൽ പഠിക്കുക നമ്മൾ ഫ്ലൂയിഡിന്റെ മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ലിക്വിഡും വരും ഗ്യാസസും വരും. അപ്പൊ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതിലുണ്ടാവുന്ന ചേഞ്ച്, ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചേഞ്ച് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. അത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കും. ഇതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ലിക്വിഡോ അല്ലെങ്കിൽ വേപ്പറോ, ലിക്വിഡും വേപ്പറും രണ്ടിന്റെയും പ്രോപ്പർട്ടി ചേഞ്ചസ്, പ്രോപ്പർട്ടീസ്, മറ്റുള്ള കാര്യങ്ങൾ, ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉള്ളത് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും ഇതിൽ പഠിക്കും. ഈ രണ്ട് സബ്ജക്റ്റോട് കൂടി നമ്മൾ മാറ്ററിന്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ മെക്കാനിക്സ് നമ്മൾ പഠിക്കുകയാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ ഈ സബ്ജക്റ്റിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയും കൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ടർബൈൻസുകള്, പമ്പുകള്, കംപ്രസേഴ്സുകൾ, ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ടല്ലോ. കംപ്രസേഴ്സ് അതിൽ വരുന്നില്ല, മെയിൻലി ടർബൈൻസും പമ്പ്സുകളും. കംപ്രസർ ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇതിലെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഒരൊറ്റ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഫോക്കസിങ് ഓൺ പമ്പും ടർബൈനിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുക വാട്ടർ കൊണ്ടാണല്ലോ, ലിക്വിഡ് ഫോം ആണ്. അപ്പൊ അതിൽ ആ മെഷീൻസിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൽ കുറച്ച് അതിന്റെ ഫാക്ടേഴ്സ്, പ്രോബ്ലംസുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. പഴയ സ്കീമിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റും ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറയുന്നത് തന്നെ വേറെ സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പൊ ആ മെഷീനറി ഈ 4 മൊഡ്യൂളിലുള്ള ഇതിലെ ഒരു മൊഡ്യൂള് മെഷീനറി ആക്കിയിട്ട് കീപ്പ്, 4ാമത്തെ മൊഡ്യൂള് ഫ്ലൂയിഡ് മെഷീനറി ആക്കിയിട്ട് കീപ്പ് ചെയ്യാണ് ചെയ്തത്. അടുത്തത് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതായത് നമുക്കൊരു സാധനം മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ വഴി നമുക്ക് ചെയ്യാം അല്ലെ. പല പ്രോസസ്സുകളും അവൈലബിൾ ആണ്. എക്സ്ട്രൂഷൻ പ്രോസസ്സ് ഉണ്ട്, പിന്നെന്താ വെൽഡിങ് ഉണ്ട്, അതുപോലെ ഷീറ്റ് മെറ്റലിന്റെ കുറെ ഓപ്പറേഷൻസുകൾ ഉണ്ട്. പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ മാനുഫാക്ചറിങ് പ്രോസസ്, EDM, ECM എന്നൊക്കെ പറഞ്ഞിട്ട് പല മാനുഫാക്ചറിങ് പ്രോസസ് ഉണ്ട്. ഏതാണ്ട് എല്ലാ ടൈപ്പ് മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെയും ബേസിക്സ് ആണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുക. മാനുഫാക്ചറിങ് പ്രോസസ് കമ്പാരിറ്റീവ്ലി ഒരു തിയറി മോഡലാണ്. ഇടയ്ക്ക് 1-2 ഏരിയ മാത്രം ഒരു പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന ടൂളിന്റെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചില പ്രോബ്ലംസ് വന്നേക്കാം. പക്ഷെ 90% ഇവിടെ കംപ്ലീറ്റ് തിയറിയാണ്. ഡയഗ്രാംസ് കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ്. പക്ഷെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി പ്രോബ്ലമാറ്റിക് ആൻഡ് തിയറി ഓറിയന്റഡ് ആണ്. മാത്സ് പിന്നെ നിങ്ങൾക്ക് അറിയാം കംപ്ലീറ്റ്ലി പ്രോബ്ലമാറ്റിക് ആണ്. മാനുഫാക്ചറിങ് തിയറി സബ്ജക്റ്റ് ആണ്. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. AI ഇപ്പൊ ഈ കാലഘട്ടം നിങ്ങൾക്ക് അറിയില്ല, ഒക്കെ AI കാലഘട്ടമാണ്. അപ്പൊ ഈ AI കുറിച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. ഭയങ്കര ടഫ് ഒന്നല്ല, കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് ആ സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് S3 ഇത്രയാണ് 5 സബ്ജക്റ്റ്. നമുക്ക് 6 സബ്ജക്റ്റുകൾ ഉണ്ടാവും. 6 സബ്ജക്റ്റില് ഈ 2 സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ S3 എടുക്കുക. അത് നിങ്ങളുടെ കോളേജ് ആയിരിക്കും തീരുമാനിക്കുക. അതായത് നിങ്ങൾക്ക് S3 ഒന്നെങ്കിൽ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എടുക്കുന്നവരുണ്ടാവും. ഓക്കെ, S3 നിങ്ങൾ എടുക്കുന്നത് എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ S4 നിങ്ങൾ പഠിക്കേണ്ടി വരിക എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അതല്ല തിരിച്ച് നിങ്ങൾ S3 ഇതാണ് പഠിക്കുന്നതെങ്കിൽ S4 ഇതായിരിക്കും ഉണ്ടാവും. ഓക്കെ, എക്കണോമിക്സ് ഈ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ്, എഞ്ചിനീയറിംഗിൽ വേണ്ട എത്തിക്സ് എന്താണെന്നുള്ളത് പറയുന്നു. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പക്കാ തിയറിയാണ്. ഇത് 2 സബ്ജക്റ്റും പക്കാ തിയറിയാണ്. പക്ഷെ ഇത് നിങ്ങൾ തിയറി ആയതുകൊണ്ട് ഒരു അലംഭാവം കാണിച്ചു നിൽക്കരുത്. കാരണം ഈ സബ്ജക്റ്റുകൾക്ക് ക്രെഡിറ്റ്സ് ഉണ്ട്. ഈ സബ്ജക്റ്റ് പാസ്സായാലേ നമുക്ക് BTech സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആ ബോധ്യം നമ്മുടെ മനസ്സിൽ വേണം.
പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ S3 മുതൽ നമുക്ക് കോർ സബ്ജക്ട്സ് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്ന് മാത്സ് കോറാണ്, നമ്മുടെ കോർ സബ്ജക്ട്സിൽ വരുന്നതാണ് മാത്സ്. പിന്നെ നമ്മുടെ മോസ്, ഇതിന് MOS മോസ് എന്ന് പറയും. ഇതിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കൂടെ FMM എന്നാണ്. മോസ് ആയിക്കോട്ടെ, FMM ആയിക്കോട്ടെ, മാനുഫാക്ചറിംഗ് പ്രോസസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇത് 4 നല്ല കോർ ഐറ്റം സബ്ജക്ട്സ് ആണ്. ഈ ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസിക്കലി സിമ്പിൾ ആണ്, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് അലംഭാവം കാണിക്കരുത്. എക്കണോമിക്സും എഞ്ചിനീയറിംഗ് എത്തിക്സും ഇത് പക്കാ തിയറിയാണ്. പക്ഷേ ഈ സബ്ജക്റ്റ് ശ്രദ്ധിക്കണം. ഇത് തോൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. തോൽക്കുന്ന സ്റ്റുഡൻസ് പറയുമ്പോൾ കൂട്ടത്തിൽ ഇത്രയും സബ്ജക്ട്സ് നല്ല കട്ടയായി നിൽക്കുന്ന സബ്ജക്ട്സ് ആണ്, നല്ല ടൈറ്റ് സബ്ജക്ട്സ് ആയി നിൽക്കുമ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഈ ബാക്കി സബ്ജക്ട്സ് നമ്മൾ അതൊരു ഫ്രീ ടൈം പോലെ അല്ലെങ്കിൽ ഒരു ഫ്രീ പീരീഡ് പോലെ, ഫ്രീ സബ്ജക്റ്റ് പോലെ നമ്മൾ കരുതി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിൽക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ഇപ്പൊ ഈ S4 റിസൾട്ട്, അതായത് നിങ്ങളുടെ സീനിയേഴ്സിന്റെ S4 റിസൾട്ട് വന്നപ്പോൾ പല കോളേജിലും ഈ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് മാസീവായി തോറ്റ കുട്ടികളുണ്ട്. അതേപോലെ S5 S6 ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ്, ഇതേപോലത്തെ ഒരു സബ്ജക്റ്റ് ആണ്. ഇത് സിമ്പിൾ ആണ്. സിമ്പിൾ ഇൻ ദ സെൻസ് തിയറിയാണ്, പ്രോബ്ലമാറ്റിക് ന്യൂമറിക്കൽ പേപ്പർ അല്ല. അപ്പൊ കുട്ടികൾ അത് വളരെ ലാഘവത്തിൽ എടുത്തിട്ട് ഒരുപാട് കോളേജിൽ വമ്പനായിട്ട് തോൽവി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നിങ്ങൾ ഈ സബ്ജക്ട്സ് ഇങ്ങനെ കാണുമ്പോൾ ഈ കൂട്ടത്തിൽ ഈ 4 നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറെ പഠിക്കാനുണ്ട്. അങ്ങനെ ഇരിക്കെ അപ്പൊ ഇതും ഈ സബ്ജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ലാസ്റ്റ് വെച്ച് നോക്കാം എന്ന ആംഗിളിൽ പോവരുത്. അത് പഠിക്കണം, ശ്രദ്ധിക്കണം. ഇതിന് കൊടുക്കുന്ന സമയത്തിന്റെ അത്ര ചിലപ്പോൾ ഇവിടെ കൊടുക്കേണ്ടി വരണമെന്നില്ല. പക്ഷെ നമ്മൾ വീക്കിലി നമ്മൾ ശ്രദ്ധിക്കണം, സബ്ജക്ട്സുകൾ പഠിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സിന് ഇപ്പൊ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പേപ്പറിന്റെ വാല്യുവേഷൻ വിത്തിൻ കോളേജ് ആണ് നടക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി അയച്ചു തരും. അതിന്റെ വാല്യുവേഷൻ നടക്കുക വിത്തിൻ കോളേജ് തന്നെയാണ്. ഓക്കെ, എന്നാൽ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് അങ്ങനെയല്ല. എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സിന് വാല്യുവേഷൻ ക്യാമ്പിലേക്ക് തന്നെ പേപ്പർ പോവും. അത് വേറെ ആരെങ്കിലും ആയിരിക്കും കറക്റ്റ് ചെയ്യുക. ഞാനിത് പറയാൻ കാരണം ഇത് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ജയിച്ചേക്കാം. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെയോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലെയോ ടീച്ചേഴ്സ് ആയിരിക്കും പേപ്പർ വാല്യുവേറ്റ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ പല കോളേജുകളിലും അത് ചിലപ്പോൾ എങ്ങനെയെങ്കിലും കയറ്റി വിടാൻ നോക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതെന്താണ്, ഇത് പുറത്ത് പോയി പേപ്പർ, സാധാരണ ഒരു പേപ്പർ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോസസ്സിലാണ് എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് വരിക. ഓക്കെ, ഇനി ഇതിലൊക്കെ ഓരോ കോഡുകളുണ്ട്. ഇതിന്റെ ഓരോ കോഡിന്റെ അർത്ഥവും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കോർ. അതായത് നമ്മുടെ സബ്ജക്റ്റിന്റെ നമ്മുടെ മെക്കാനിക്കൽ മെക്കാനിക്കലിനെയാണ് അവർ പ്രോഗ്രാം എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്. സി കോർ നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, PB കാണുന്നുണ്ടോ, മാനുഫാക്ചറിങ് പ്രോസസ്. PB എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം ഇത് ഒരു പ്രൊജക്ട് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. പ്രൊജക്ട് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. അതായത് ആ സബ്ജക്റ്റില് മെജോറിറ്റി ഓഫ് മാർക്സ് വരുന്നത് ഒരു പ്രൊജക്റ്റും കൂടെ നിങ്ങൾ ആ സബ്ജക്റ്റിനോടൊപ്പം ചെയ്യണം. ആ മെജോറിറ്റി മാർക്സ് അവിടെ പ്രൊജക്റ്റിനും കൂടെ വരുന്നുണ്ട്. ബാക്കിയുള്ള ഈ സബ്ജക്റ്റിനൊക്കെ സാധാരണ അസൈൻമെന്റ്, ഇന്റേണൽ എക്സാം, പിന്നെ എക്സ്റ്റേണൽ എക്സാം, ഇതേ ഉള്ളൂ. ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊജക്റ്റ് നമ്മൾ റെഗുലർ ടൈമിൽ, അതായത് ഫൈനൽ ഇയർ എക്സാം, എൻ സെമസ്റ്റർ എക്സാമിന്റെ മുന്നേ ആയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ടി വരും. മാനുഫാക്ചറിങ് പ്രോസസ് ഞാൻ വരുന്നുണ്ട്, അതിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഓവറോൾ സബ്ജക്റ്റ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഇയർ മുതലാണ് നമ്മുടെ മെയിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മറ്റേത് ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്നത് പൊതുവായ ജനറൽ സബ്ജക്റ്റുകളാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗ്രാഫിക്സ്, അതേപോലെ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഗ്രാഫിക്സ് എന്ന്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിരുന്നാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അവരുടെ കോർ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുക സെക്കൻഡ് ഇയർ മുതലാണ്. അപ്പൊ S3 മുതലാണ്, വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് എനിക്ക് പറയാൻ പറ്റും, S3 മുതൽ S6 വരെയുള്ള സെമസ്റ്ററിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും കോറായ സബ്ജക്റ്റുകൾ ഉണ്ടാവുക. ഈ സെമസ്റ്ററുകളിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ആയിരിക്കും ജീവിതകാലം ഫുള്ള് നമ്മൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും നമ്മുടെ
ബിടെക് ലെവലിലെ എഞ്ചിനീയറിംഗിന്റെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയാലും ISROയുടെയോ DRDOയുടെയോ ബേലിന്റെയോ അല്ല ഗേറ്റ് എക്സാമിന്റെയോ ഏതെങ്കിലും കേരള PSC നിങ്ങൾ നോക്കുകയാണെങ്കിലോ എവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ കോർ കോമ്പറ്റീറ്റീവ് എക്സാംസ് നടക്കുന്നോ നമ്മൾ ഈ പഠിക്കുന്ന S3 മുതൽ S6 വരെയുള്ള കോർ സബ്ജക്ട്സുകൾ ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ S3 നമ്മുടെ ഏറ്റവും കോർ എന്ന് പറയുന്ന സബ്ജക്ട് ഈ 4 ആദ്യത്തെ 4. ഓക്കെ, പിന്നെ ഇത് നമ്മൾ പഠിക്കണം. ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സാമിലാണ് പഠിക്കണം. ഈ 2 ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അത് S3 ഇതാണെങ്കിൽ S4 ഇതാണ്, അതെല്ലാം നേരെ തിരിച്ചും ആവാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ലാബുകൾ ഉണ്ടാവും. ലാബിൽ നമുക്ക് ഒന്ന് വരുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് മെഷീൻ ഡ്രോയിങ് ആൻഡ് മോഡലിംഗ്, CAD ആണ്. CADന്റെ വളരെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ CAD നമ്മൾ ഈ പഠിക്കുന്നത് തന്നെ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുള്ളതും അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരിക്കും. കാരണം ഇപ്പോൾ സോഫ്റ്റ്വെയർസ് CAD ഒക്കെ കഴിഞ്ഞ് വേറെ ലെവലിൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആൻസിസ് ഒക്കെ, ആൻസിസിന് തന്നെ പല വേർഷൻസ് ഉണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് മോഡലും ഉണ്ട്, അങ്ങനെ ഹയർ ലെവലിൽ മോഡൽസ് ഉള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ സോഫ്റ്റ്വെയറിന് ഒരു ബേസിക് പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ CAD ഉള്ളത്. അപ്പൊ CADൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മെഷീൻ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ വരക്കാൻ പഠിക്കുകയായിരിക്കും നിങ്ങൾ ഇതിൽ ചെയ്യുക. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഡ്രോയിങ് ആയിരുന്നു. ഡ്രോയിങ് ഉണ്ടായിരുന്നത് ഷീറ്റിൽ വരക്കായിരുന്നു, ചാർട്ട് പേപ്പറിൽ. A2 ഷീറ്റിലൊക്കെ നമ്മൾ ഡ്രോയിങ് ബോർഡിലൊക്കെ വെച്ച് മിനി ഡ്രാഫ്റ്റർ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് 3 മണിക്കൂറോട് നമ്മൾ വരക്കണം. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ കാലം മാറിയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ് ഒക്കെ കമ്പ്യൂട്ടറിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് ആണ് CADന്റെ ഡ്രോയിങ്ങും കാര്യങ്ങളും 2Dയും 3Dയും ഒക്കെ നിങ്ങൾ ഇതിൽ പഠിക്കും. പിന്നെ വരുന്നത് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് എന്ന് പറഞ്ഞാൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ലാബാണ്. അവിടെ ഇപ്പൊ നമ്മൾ പറയാ, ഇപ്പൊ ലൈക്ക് നിങ്ങൾ ഈ മോസ് സബ്ജക്ട് പഠിക്കൂലേ, മോസ് സബ്ജക്ട് പഠിക്കുന്ന കുറച്ച് കണ്ടന്റ്സുകളാണ് ഇവിടുത്തെ ലാബിൽ വരിക. ഈ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുക, സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുക, പിന്നെ ടഫ്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന മറ്റേ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഉണ്ട്, അവിടെ UTM മെഷീൻസ് ഒക്കെ ഉണ്ട്. അതായത് സോളിഡ് ഒബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടീസുകൾ മനസ്സിലാക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സുകൾ, അതാണ് മെറ്റീരിയൽസിനെ ടെസ്റ്റ് ചെയ്യുക. ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്നെസ് എങ്ങനെ നോക്കുക, അതിന്റെ ടഫ്നെസ് എങ്ങനെയാ നോക്കുക, അതിന്റെ മറ്റേ ഫ്രാക്ചർ പോയിന്റ് എവിടെയാണ് വരുന്നത്, UTM മെഷീനിലൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിൽ പഠിക്കുക. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാബുകൾ തന്നെയാണ് രണ്ടും. ലാബ്സുകൾ നിങ്ങൾക്ക് അറിയാലോ, 2നും 2 ക്രെഡിറ്റ്സ് ആണ് ലാബിന് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എന്നാലും ജനറലി ഒന്ന് പറയുന്നുള്ളൂ. പ്രോഗ്രാം കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം നമ്മുടെ സബ്ജക്റ്റുകൾ എക്സെപ്റ്റ് പ്രൊജക്ട് ബേസ്ഡ് PC സബ്ജക്ട്സ് അല്ലേ പ്രോഗ്രാം കോർ. മാത്സ് അടക്കം ഇതിലാട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ഇന്റേണൽ അസസ്മെന്റ്, അതായത് നമ്മുടെ ഇന്റേണൽ ടീച്ചേഴ്സ് നമുക്ക് തരുന്ന മാർക്ക് ഇന്റേണൽ ഔട്ട് ഓഫ് 40 ആണ്. എക്സ്റ്റേണൽ മാർക്സ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം, സോ ദാറ്റ് നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇന്റേണൽ മാർക്സ് ഉണ്ടാവുക 40 മാർക്കാണ്. ഇന്റേണൽ മാർക്സ് ഉണ്ടാവുക 40 മാർക്സ് ആണ്. എക്സ്റ്റേണൽ മാർക്സ് ഉണ്ടാവുക 60 മാർക്കാണ്. അപ്പൊ 40ഉം 60ഉം 100 മാർക്കായി അല്ലെ. അപ്പൊ എക്സ്റ്റേണലിന്റെ 60 എന്ന് പറഞ്ഞാൽ ആ 60 മാർക്കിന്റെ വേറെ സ്പ്ലിറ്റപ്പ് ഒന്നുമില്ല. ഇന്റേണലിന്റെ 40ന് സ്പ്ലിറ്റപ്പ് ഉണ്ട്. അറ്റൻഡൻസിന് 5 മാർക്ക്, അസൈൻമെന്റോ അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ട്സ് ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സബ്ജക്ട്. ചില സബ്ജക്റ്റുകളിൽ അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അസൈൻമെന്റ് കൊടുക്കാം അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ട് കൊടുക്കാം. ചില സബ്ജക്റ്റുകളിൽ പ്രൊജക്ട് തന്നെ നിർബന്ധമാണ്, അസൈൻമെന്റും നിർബന്ധമാണ്. വേറെ ചില സബ്ജക്റ്റുകൾ അസൈൻമെന്റ് മാത്രമേ പറയുന്നുള്ളൂ, പ്രൊജക്ടിന് സ്കോപ്പ് ഇല്ലാത്ത സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്ട്. പൊതുവെ 15 മാർക്സ് വരിക ഒന്നെങ്കിൽ അസൈൻമെന്റിന് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ടിന്. പിന്നെ നിങ്ങൾക്ക് 2 ഇന്റേണൽ എക്സാംസ് നടക്കും, സീരീസ് എക്സാംസ് എന്ന് പറഞ്ഞിട്ട് 2 നടക്കും. അത് ഔട്ട് ഓഫ് 40 ആണ് നടത്തേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇന്റേണൽ എക്സാം ഔട്ട് ഓഫ് 40ലാണ് നടത്തേണ്ടതെന്നും എന്നിട്ട് ആ കിട്ടിയ മാർക്കിനെ ഔട്ട് ഓഫ് 10ലേക്ക് ആക്കുകയാണ് വേണ്ടത്. ഇത് പക്ഷെ പല കോളേജും ചിലപ്പോൾ 50 നടത്തും, ചിലപ്പോൾ 25 നടത്തും, ചിലപ്പോൾ 60 നടത്തും, ചിലപ്പോൾ 100 നടത്തും. അത് ശരിക്കും ആസ് പെർ 2024 റെഗുലേഷൻ KTയുടെ സ്കീം പ്രകാരം ഇന്റേണൽ എക്സാംസ് നടത്തേണ്ടത് 40 മാർക്കിനാണ്. 2 മണിക്കൂർ ടൈം, 2 മണിക്കൂർ ടൈം തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ.
2 മണിക്കൂർ ടൈം 40 മാർക്ക് അങ്ങനെ നടത്തണം എന്നാ. പിന്നെ ആ 40 മാർക്ക് എങ്ങനെ ഇടണം എന്നൊക്കെ ചില സബ്ജക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പാർട്ട് എയിൽ ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര മാർക്കിന്റെ, പാർട്ട് ബിയിൽ ഇത്ര മാർക്കിന് ഇത്ര ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ ഇവിടെ ഇന്റേണൽ എക്സാം 2 നടത്തും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ 40-ലെ പകുതി മാർക്സ് എവിടെയാ? ഇന്റേണൽ എക്സാംസിന് 20 മാർക്ക് വരും അല്ലെ. പിന്നെ 15 മാർക്ക് അസൈൻമെന്റിനാണ്. അസൈൻമെന്റ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന കോപ്പി അടിക്കലാണ്. ഞാൻ അതിനോട് പേഴ്സണലി എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 15 മാർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അറ്റൻഡൻസ് ആണ് 5. അല്ല, നിങ്ങൾ ആലോചിച്ചോക്കെ, അസൈൻമെന്റ് ആണെങ്കിൽ കുറെ എണ്ണം നോക്കി എഴുതും. 15-ലെ മിക്കവർക്കും 15 തന്നെ ഫുൾ മാർക്ക് ഇട്ട് കൊടുക്കും. ക്ലാസ്സിൽ അധികം വെറുതെ ആബ്സെന്റ് അല്ലാത്ത ഒരാൾക്ക് 5 അല്ലെങ്കിൽ 4 മാർക്ക് ഷുവറാണ്. 85% ഉണ്ടെങ്കിൽ 5 കിട്ടും. അപ്പൊ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓൾറെഡി 20 മാർക്ക് ഇവിടെ കിട്ടി. പിന്നെ ഇതേ നോക്കിയേ, ഇവിടെ 10 10 മൊത്തം 20-ല് നിങ്ങൾക്കൊരു 15ഓ ഇനിയിപ്പോ ഒരു 10 ആയിക്കോട്ടെ, എന്നാൽ തന്നെ 40-ലെ 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഇന്റേണൽ വളരെയധികം നിങ്ങൾക്ക് സേഫ് ആക്കാം. നല്ല മാർക്സ് വേണമെങ്കിൽ ഇന്റേണലില് നിങ്ങൾക്ക് നേടാം. പഠിച്ചെടുക്കേണ്ട മാർക്ക് 20ആണ്. അപ്പൊ ചിലപ്പോൾ കംപ്ലീറ്റ് 20-ൽ 20 കിട്ടണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് എബവ് 30 ഔട്ട് ഓഫ് 40-ൽ എബവ് 30 ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണം എന്ന് മാത്രം. ഇനി സബ്ജക്ട് പാസ്സാവുന്ന ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇന്റേണൽ മാർക്സ് ഉണ്ടാവുക ഔട്ട് ഓഫ് 40 ആണ്, എക്സ്റ്റേണൽ മാർക്സ് ഉണ്ടാവുക ഔട്ട് ഓഫ് 60 ആണ്. അങ്ങനെ ടോട്ടൽ സബ്ജക്ട് എത്രയാണ്? 100 മാർക്സ് ആണ്. നിങ്ങൾക്ക് ഒരു സബ്ജക്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിന് 60 മാർക്കല്ല, എക്സ്റ്റേണൽ എക്സാം എത്രയാണോ അതിന് ടോട്ടൽ മാർക്സിന്റെ 40% എങ്കിലും മാർക്സ് വേണം. 40% ഓഫ് 60 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 24 മാർക്സ്. നിങ്ങൾ പേപ്പർ പാസ്സാവണമെങ്കിൽ, ഒരു സബ്ജക്റ്റിന്റെ പേപ്പർ പാസ്സാവണമെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം 60-ൽ 24 മാർക്കെങ്കിലും കിട്ടണം. അത് മാത്രം മതിയോ? അല്ല, ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, 100-ൽ 50 മാർക്കും വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എത്ര മാർക്കാ വേണ്ടത്? 24-ൽ എത്ര കൂട്ടിയാല 50 കിട്ടുക? ദ മാർക്സ് വിൽ ബി 26. അതായത് നിങ്ങളുടെ ഇന്റേണൽ സേഫ് മാർക്ക് ഫോർ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ 26 ആണ്. ഒരാൾക്ക് ഇവിടെ 25 ആയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്ത് വേണം? ഇവിടെ ഔട്ട് ഓഫ് 60 24 കിട്ടിയാൽ ഓക്കെ ആണ്, അവന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ 25 ഇവിടെ 25 ആ കിട്ടിയെങ്കിൽ 25 + 24 50 കിട്ടുമോ? ഇല്ല, 49 കിട്ടുള്ളൂ. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അവൻ ഫെയിൽ ആവും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റേണലിന്റെ സേഫസ്റ്റ് ഇന്റേണൽ മാർക്സ് എന്ന് പറഞ്ഞാൽ 26 ആണ്. ഓക്കെ. ഇനി ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് ഇവിടെ 0 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോഴോ നിങ്ങൾ ഒന്നും ചെയ്തില്ല. 0 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ എക്സാം എഴുതാൻ എലിജിബിൾ അല്ല. അതിന് കാരണമുണ്ട്. 0 മാർക്ക് കിട്ടണമെങ്കിൽ അറ്റൻഡൻസ് 0 ആണ്. ഞാൻ അതിൻ്റെ ഹൈപ്പോത്തറ്റിക്കൽ കേസ് പറയാണ്. നിങ്ങൾക്ക് ഇന്റേണൽ ഒരു മാഷിന് നിങ്ങളായിട്ട് വൈരാഗ്യമാണ്, നിങ്ങളെ ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അതിന് നിങ്ങൾക്ക് പാര പണിയാണ് വിചാരിച്ചു, അയാൾ നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പേടിയും വേണ്ട. ഈ പേപ്പർ നിങ്ങൾക്ക് പാസ്സായിക്കൂടെ? പാസ്സാവാം. അവിടെ ശ്രദ്ധിക്കേണ്ട എന്താ? ടോട്ടൽ 50 മാർക്ക് വേണം. അപ്പൊ നിങ്ങൾ ഇവിടെ 60-ൽ എത്ര മേടിക്കേണ്ടി വരും? 50 മേടിക്കേണ്ടി വരും. 50 + 0 50. കണ്ടോ? ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയോ? നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് കുറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡെസ്പറേറ്റ് ആവണ്ട. നിങ്ങൾ അപ്പൊ അതിനനുസരിച്ചിട്ട് എത്രയാണോ കുറഞ്ഞത് അതിനനുസരിച്ചിട്ട് ഇവിടെ നേടണം. അത് മാത്രം. അതായത് യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ മാർക്ക് നേടണം. എന്നിട്ടും നിങ്ങൾ തോക്കുകയാണെങ്കിൽ ആരാ കാരണം? ഇപ്പൊ നിങ്ങൾ ഇന്റേണൽസ് സാറ് കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ സാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിന് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതിന് നിങ്ങൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിന്റെ വീഡിയോസ് നന്നായിട്ട് കാണും. അത് നമ്മൾ കുറെ പേര് ചിലപ്പോൾ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിന്റെ വീഡിയോ പർച്ചേസ് ചെയ്ത് വെക്കും, എന്നിട്ട് ക്ലാസ് ഒന്നും തൊടൂല. അവസാനം സീരീസ് എക്സാമിന്റെ തലേന്ന് ചിലപ്പോൾ ഒന്ന് ഓടിച്ചു പോകും. ചിലപ്പോൾ അതും ഉണ്ടാവില്ല, സീരീസ് എക്സാം അല്ലേ, ചിലപ്പോൾ സാറിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നോക്കാതെ അവസാനം യൂണിവേഴ്സിറ്റിയുടെ അന്ന് ഇരുന്ന് എല്ലാ വീഡിയോസും കാണാൻ നിന്നാൽ അയ്യോ ഇതിന് സമയമില്ല,
എനിക്ക് ക്രാഷ് കാണാനേ ടൈമുള്ളൂ, ക്രാഷ് തന്നെ ചിലപ്പോൾ കാണാൻ ടൈമില്ലാത്തവരുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസ് തുടക്കം മുതലേ കാണും. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴേക്ക്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ 2 മൊഡ്യൂൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മോർ ദാൻ 50% സിലബസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരുപാട് മുന്നേ വി വിൽ ഫിനിഷ് ഓഫ് ദി കംപ്ലീറ്റ് സിലബസ്. അതിനുശേഷം നമ്മൾ ക്രാഷും എടുക്കുന്നുണ്ടാവും, അതും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് അവസാനത്തേക്ക് മാറ്റി വെച്ച ഇതൊരു ഹിമാലയൻ ടാസ്ക് പോലെയാവും, നിങ്ങളെ കൊണ്ട് കണ്ടാൽ തീരില്ല. അപ്പൊ ആദ്യമേ നമ്മുടെ ഒപ്പം വീഡിയോസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട്, ഇനി ഇപ്പൊ പെൻഡിങ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് ഏത് ദിവസം ഏത് സബ്ജക്ട് എത്ര ടൈം ഉണ്ട് എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്താൽ, ആദ്യമേ കണ്ടു വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നോട്ട് പോയിന്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ദർ ഈസ് നത്തിങ് ടു വറി. ബിലീവ് മീ, അത്രയും പോയിന്റ് ബൈ പോയിന്റ്, ലൈൻ ബൈ ലൈൻ സിലബസിലാണ് നമ്മൾ ക്ലാസ്സസ് എടുത്തിട്ടുള്ളത്. അത് ആ ക്ലാസ്സസ് കാണുന്നവർക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇന്റേണൽ അവിടെ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ ഇന്റേണൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ ലെക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നന്നായി പഠിച്ച് യൂണിവേഴ്സിറ്റി മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു സാറും 0 ഇടൂല കേട്ടോ. ഇവിടെ ഒരു സാറും 0 ഇടൂല. കാരണം ഇവിടെ 0 ഇട്ട അറ്റൻഡൻസിന് 0 മാർക്കാണ്. അറ്റൻഡൻസ് 0 മാർക്കാണ്, നിങ്ങൾ പരീക്ഷ എഴുതൂല. ഏറ്റവും കുറഞ്ഞത് അറ്റൻഡൻസിന് 1 മാർക്കിന്റെ പോസിബിലിറ്റി എങ്കിലും ഉണ്ടാവും. അപ്പൊ ഒരു സാറ് നിങ്ങൾക്ക് എന്നിട്ട് അവസാനം 1 ഇട്ടതെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, ഒരു പ്രശ്നമുണ്ടോ, ഇവിടെ 49 നേടണം. പറയാൻ എനിക്ക് എളുപ്പം, 60ൽ 49 നേടിയാൽ നിങ്ങൾ ജയിക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. ഓക്കെ, ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ ഇമ്പോസിബിൾ അല്ല. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് ടഫ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് ഇമ്പോസിബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ 60 on 60 അല്ലെങ്കിൽ എബവ് 50 കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഒന്നുമല്ല. നമ്മൾ നന്നായിട്ട് സ്ട്രൈവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഉള്ള സബ്ജക്റ്റ് ഉണ്ട്. പ്രൊജക്ട് ബേസ്ഡ് PB ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. PB നമുക്ക് ഏതായിരുന്നു PB സബ്ജക്ട്? നമുക്ക് ഈ സെമ്മിൽ വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് അല്ലെ. അപ്പൊ മാനുഫാക്ചറിങ് പ്രോസസ്സ് സബ്ജക്ട് നിങ്ങൾ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഇന്റേണൽ മാർക്സിനാണ് കൂടുതൽ പ്രാധാന്യം. എക്സ്റ്റേണൽ എക്സാം നടക്കുക 40 മാർക്കിനാണ്. ഓക്കെ, ബാക്കി സബ്ജക്റ്റിനൊക്കെ ഇന്റേണൽ 40-നും എക്സ്റ്റേണൽ 60-നാണ്. ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് സബ്ജക്ട്, അത് നിങ്ങൾ S3 വരും, S4 വരും, S5 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഞാൻ കോമൺ ആയിട്ട് ഇവിടെ പറയുന്നുള്ളൂ, സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി അടുത്ത സെമ്മിൽ വരുമ്പോൾ ഇത് എന്താന്നുള്ളത് ഐഡിയ വേണ്ടേ. അപ്പൊ ഇപ്രാവശ്യത്തെ സെമ്മിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സബ്ജക്ട് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അപ്പൊ അതിൽ എങ്ങനെയാണ് 60 മാർക്ക് നോക്കുക? അറ്റൻഡൻസ് 5 മാർക്ക് തന്നെ, വേറെ പ്രശ്നമില്ല. ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ സബ്ജക്റ്റിന് അസൈൻമെന്റ് ഇല്ല. പകരം എന്താണുള്ളത്? നേരത്തെ സബ്ജക്റ്റിൽ അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോപ്രോജക്റ്റ് 15 മാർക്കാണ്. പക്ഷെ ഇവിടെയോ പ്രൊജക്റ്റ് ആണുള്ളത്, അതും ഇരട്ടി മാർക്ക്, 15 അല്ല 30 മാർക്കാണ്. പ്രൊജക്റ്റിന് 30 മാർക്കാണുള്ളത്. പിന്നെ ഇന്റേണൽ എക്സാംസ് നടത്തുന്നുണ്ട്. ഇവിടെ ഇന്റേണൽ എക്സാംസിന് നോക്കിയാൽ 10 10 20 ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ 10 അല്ല 12 ഉണ്ട്. അപ്പൊ നോക്കിയാൽ കാണാം 12-യും 12-യും എത്രയായി? ഇവിടെ 25 പ്ലസ് 5 പ്ലസ് 30, 25 5 30 30 30 60. ക്ലിയർ? അപ്പൊ ഇന്റേണൽ എക്സാം എത്ര മാർക്സിനാണ്? ഇന്റേണൽ എക്സാം 60-നും എക്സ്റ്റേണൽ എക്സാം 40-നും കൂട്ടിയാൽ ടോട്ടൽ 100. ടോട്ടൽ 100-ൽ ജയിക്കാൻ 50 വേണം. ഓക്കെ, 40 മാർക്കിലാണ് എക്സ്റ്റേണൽ എക്സാം നടക്കുന്നത്. അപ്പൊ ജയിക്കാൻ എത്ര മാർക്ക് വേണം? 4 4s are 16 മാർക്സ്. ഇതാണ് 2 കണ്ടീഷൻ ജയിക്കാൻ. അപ്പൊ 16-ന് 50-ക്ക് എത്തണമെങ്കിൽ എത്ര വേണം? 15 26 36 46, അപ്പോ 34. യെസ്, ഇന്റേണലില് 60-ൽ നിങ്ങൾക്ക് 34 വേണം. അതായത് 34 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ക്ലാസ്സിൽ ഇരുന്നാൽ 5 കിട്ടുക അല്ലേ. പിന്നെ പരീക്ഷക്കാണ് 25-ഉം പിന്നെ ഈ 30-ഉം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ പ്രൊജക്റ്റിന്റെ മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്താണ് സാർ ഇതിൽ ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക? അത് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ഒരുപാട് മാനുഫാക്ചറിങ് ടെക്നീക്സുകൾ, മെത്തേഡ്സുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ ഒരു പ്രൊജക്റ്റാണ്. ഇത് നിങ്ങൾ ഒറ്റക്കൊറ്റക്കല്ല ചെയ്യുക.
ഒറ്റക്കൊറ്റക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഇതെന്താ അവസ്ഥ? ഇത് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്ട് ഉണ്ടാക്കുക. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ല, ഞാൻ അത് നിങ്ങളുടെ സിലബസ് നോക്കിയാൽ മതി. ഞാൻ അതെല്ലാം കൂടെ ഇവിടെ ചാർത്തി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഈ പ്രൊജക്ട് ബേസിലെ ഈ 30 മാർക്ക് എങ്ങനെയാണ് ഈ 30 മാർക്ക് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് കൃത്യമായ വിവരണം നമ്മുടെ സിലബസിലുണ്ട്. അതായത് നമ്മൾ ഇതിൽ അവസാനം നിങ്ങളൊരു പ്രൊജക്ട് ചെയ്ത് ആ പ്രൊജക്ട് നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. പ്രസന്റേഷൻ ഉണ്ട്. ആ പ്രസന്റേഷനും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിപ്പോർട്ടും കൂടെ നിങ്ങൾ കൊടുക്കണം. ഇതും കൂടെ കൊടുക്കുമ്പോഴാണ് ആ 30 മാർക്ക് ഉള്ളത്. നിങ്ങൾ ഭയങ്കര ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള വലിയ പ്രൊജക്ട് ചെയ്യണമെന്നൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ പുറത്തുള്ള ചെറിയ കിട ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ വലിയ കിട ഇൻഡസ്ട്രി ആയിട്ട് നിങ്ങൾക്ക് ഒരു ടച്ച് കിട്ടും. അവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കുമല്ലോ നമ്മൾ പ്രൊജക്ട് ചെയ്യുക. ആ ഒരു ഏരിയനെ നമുക്കൊരു മിംഗ്ലിംഗ് പ്രോസസ്സ് ഉണ്ടാവും അവിടുത്തെ ആൾക്കാരായിട്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് ഇവിടെ. അതേപോലെ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഡോക്യുമെന്റേഷൻ വർക്ക് നമ്മൾ ചെയ്ത് ശീലിക്കുകയാണ്. അപ്പൊ ആ സബ്ജക്റ്റ് എല്ലാം കൊണ്ട് എല്ലാ മേഖലയിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഞാനത് സിലബസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. അത് ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ 30 മാർക്ക് 10 10 10 എന്ന് പറഞ്ഞിട്ടല്ല, ഓരോന്ന് സ്പ്ലിറ്റപ്പ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. ആ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ പോലും അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് വരേണ്ടത് എന്ന് പോലും കൃത്യമായിട്ട് നമ്മുടെ സിലബസിലുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളത് നോക്കിക്കൊണ്ടു. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട്, ഹെൽപ്പോ അല്ലെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ടീമിനെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ പ്രോപ്പർ ഗൈഡൻസോ ഹെൽപ്പോ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. ഇനി എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ലാബാണ്. ലാബിന്റെ കേസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇന്റേണൽ മാർക്സ് 50 മാർക്കിൽ തന്നെ എക്സ്റ്റേണൽ മാർക്സ് ഉണ്ടാവുക 50 മാർക്കാണ്. അപ്പൊ ഇന്റേണൽ മാർക്സിൽ 50 പറഞ്ഞാൽ 5 മാർക്ക് അറ്റൻഡൻസ് ആണ്. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങൾ വരുന്ന അറ്റൻഡൻസ്, നിങ്ങൾ എത്രത്തോളം വൃത്തിയിൽ വർക്ക് ചെയ്യുന്നു, ഡെയിലി ഉള്ള നിങ്ങളുടെ പ്രോസസ്സ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് 25 മാർക്ക് ഇടുക. ഓക്കെ, അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആ 25 എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ ഉൾക്കൊള്ളേണ്ടത് ലാബിലെ വർക്ക് എക്സ്പെരിമെന്റ്സ്, വൈവ, പിന്നെ നിങ്ങളെ റിപ്പോർട്ട് സബ്മിഷൻ, റെക്കോർഡിന്റെ അവസ്ഥ എന്താണ്, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. അതിനാണ് 25. ഓക്കെ, പണ്ടത്തെ സ്കീമിലൊക്കെ KTU പറയാറുള്ളത് ഈ വൈവ എന്ന് പറഞ്ഞാൽ ഡെയിലി ലാബ് നടക്കുമ്പോൾ ഡെയിലി വൈവ നടത്തണം എന്നാണ്. അതൊക്കെ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ലാബ് ചെയ്ത് തീർക്കുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ അതിനുശേഷം ഒരു ബാച്ചിൽ തന്നെ ചിലപ്പോൾ 30 കുട്ടികളൊക്കെ വരും. ആ 30 കുട്ടികളെ വൈവയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെയില്ല, പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ ഇപ്പോൾ അവർ വൈവ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഡെയിലി നടത്തണം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ ചിലപ്പോൾ ലാസ്റ്റിൽ ഒരു വൈവ ആയിരിക്കാം നടത്തുക. ചിലപ്പോൾ ആ ഒരു സെമസ്റ്ററിൽ ചിലപ്പോൾ 3 വൈവാസ് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാഫ് നടത്തുന്നുണ്ടാവും. ചില സ്റ്റാഫുകൾ വൈവേ നടത്താത്തവരുണ്ടാവും. അവരവരുടെ തോന്നിയ മാർക്ക് ഇടും. പക്ഷെ ദ റിയൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ഈസ് ഒരു വൈവെങ്കിലും എന്തായാലും നടത്തിയിരിക്കണം. അപ്പോൾ ലാബിന്റെ വർക്കിന് ഈ 25-ൽ ഒരു അംശം ലാബിന്റെ വർക്കിനും വൈവക്കും നിങ്ങളുടെ ലാബ് റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കോർഡിന് ഒരു മാർക്സുമാണ്. എൻഡ് സെമസ്റ്റർ എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 50 മാർക്കാണ്. അതിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുന്ന നേരത്ത് നിങ്ങൾ S1 S2ക്ക് നിങ്ങൾക്ക് ലാബിന് പുറത്തുനിന്ന് ആളല്ല എന്നാണ് തോന്നുന്നത്. S3 മുതൽ ലാബിന് പുറത്തുനിന്ന് ആൾ വരും. പുറത്തത്തെ മറ്റൊരു കോളേജിലെ സ്റ്റാഫ് ആയിരിക്കും വരിക. അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് റെക്കമെൻഡേഷൻ കൊടുക്കാം. അതായത് നമുക്കൊരു 3 ആൾക്കാരുടെ പേര് കൊടുക്കാം ലാബ് എക്സാമിനേഴ്സ് ആയിട്ട് ആരെ കൊണ്ടുവരണം എന്നുള്ളത്. അത് അടുത്തുള്ള കോളേജുകളോ മറ്റുള്ള കോളേജിലെ സ്റ്റാഫുകളാവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവാം. അങ്ങനെ ആ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കും എന്ത് ചെയ്യാം, നമുക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാം, കോളേജിന് കൊടുക്കാം. അപ്പൊ അതിൽ നിന്ന് ആരെയാണ് സെലക്ട് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പൊ 3 പേരിൽ ഒരാളെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഇന്റിമേഷൻ നമുക്ക് വരും. അപ്പൊ അയാൾ വന്നിട്ടാണ് നടത്തുക. ഇത് ആരാ എന്താന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ടീച്ചേഴ്സിന് ചിലപ്പോൾ അറിയായിരിക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പൊ അവരുടെ മുമ്പിൽ, പുറത്തുള്ള ഒരാളുടെ മുമ്പിലാണ് നിങ്ങൾ ലാബ് ചെയ്യണമെന്നുള്ള ബോധ്യം വേണം. അപ്പൊ അവിടെ 50 മാർക്കിലെ 10 മാർക്ക് വരിക ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മുടെ എയിം എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്, അതിന് വല്ല ഡയഗ്രാമോ ടാബുലാർ കാളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ വർക്ക്, പ്രിപ്പറേറ്ററി വർക്കൊക്കെയാണ് ഈ 10 മാർക്കിൽ വരിക. അൽഗോരിതം ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് അതും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ നമ്മൾ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യുന്നു, എത്രത്തോളം ചെയ്യുന്നു, ആ ഒരു രീതി എങ്ങനെയാണ്, നമ്മൾ അടക്കവും ചിട്ടയും കൂടിയാണ്, ഇതൊക്കെ അവരെ ഒബ്സർവ് ചെയ്യും അവിടെ ഇരുന്നിട്ട്. അതിനൊരു 15 മാർക്ക്. പിന്നെ നമ്മുടെ റിസൾട്ട്, നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് വാലിഡ് ആയ ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടിയത്, അതിനനുസരിച്ചിട്ട് 10 മാർക്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും. പിന്നെ ഒരു വൈവ നടത്തും, എക്സ്റ്റേണൽ പുറത്തുനിന്ന് വന്ന ആള് വൈവ നടത്തും, അതിന് 10 മാർക്ക് ഉണ്ടാവും. നിങ്ങളുടെ റെക്കോർഡിന്റെ സബ്മിഷന് എന്തുണ്ടാവും, 5 മാർക്ക് ഉണ്ടാവും. റെക്കോർഡ് നിർബന്ധമാണ്. അത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ പല കോളേജിലും ഇതിനൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പൊതുവേ യൂണിവേഴ്സിറ്റി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആ ചട്ടക്കൂട് പോലത്തെ ആ ബുക്കും കാര്യങ്ങളും അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇവർ പറയാറ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ബുക്കില്ലേ, സാധാ നോട്ട് ബുക്ക്, അതായാലും റെക്കോർഡായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ പല കോളേജിലും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് റെക്കോർഡ് ബുക്കാണ് അവിടെ ഇറക്കുക. അതായത് കോളേജിന്റെ പേരും എംബ്ലവും കോളേജിന്റെ വിഷനും മിഷനും ഒക്കെ ഉള്ള ഒരു നല്ല കട്ടിയുള്ള ബുക്കായിരിക്കും ഇറക്കുക റെക്കോർഡായിട്ട്. ശരിക്കും ആ റെക്കോർഡിന്റെ ആവശ്യമില്ല. പക്ഷെ കോളേജിന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ റെക്കോർഡ് അവർക്ക് കീപ്പ് ചെയ്താലേ നമ്മുടെ ഈ അക്രഡിറ്റേഷൻ വർക്കിനും കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതിന് പോയിന്റ്സ് കിട്ടുള്ളൂ. ഓക്കെ, അതായത് യൂണിഫോമിറ്റി ഉണ്ടാവും. കാരണം അതിനൊക്കെ മാർക്കുകളുണ്ട്. കോളേജിന്റെ വിഷനും മിഷനും ഒക്കെ എല്ലാ റെക്കോർഡ് ബുക്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ, അത് കോളേജിൽ റെക്കോർഡ് ബുക്ക് മാത്രമല്ല, കോളേജിന്റെ എൻട്രീന്റെ അവിടെ, അതിന്റെ എൻട്രി ചെയ്യുന്ന അവിടെയും പ്രിൻസിപ്പളുടെ റൂമിലോ HODസിന്റെ റൂമിലൊക്കെ കോളേജിന്റെ വിഷന് മിഷൻ ഇങ്ങനത്തെ ബോർഡുകൾ വേണം. അതിനൊക്കെ പോയിന്റ്സുകളുണ്ട്. അപ്പൊ പൊതുവെ മിക്ക കോളേജിലും, ഈവൻ ഗവൺമെന്റ് കോളേജിൽ പോലും റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ബുക്കനുണ്ട്. അപ്പൊ നിങ്ങൾ പോയിട്ട് നാളെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ചൂടാവാനൊന്നും നിൽക്കരുത്. അതെന്തിനാ സാറേ ഈ ബുക്ക്, ഇത് നിങ്ങൾ കോളേജിന് പൈസ ഉണ്ടാക്കാൻ നോക്കില്ലെന്നൊന്നും വിചാരിക്കണ്ട. അത് നിങ്ങളുടെയും കൂടെ നല്ലതിനാണ്. കാരണം കോളേജ് അക്രഡിറ്റഡ് ആയാൽ നിങ്ങൾക്കും അതിന്റെ ലാഭം. കാരണം നിങ്ങൾ നാളെ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ കോളേജ് NBA അക്രഡിറ്റഡ് ആണ് അല്ലെങ്കിൽ NAC അക്രഡിറ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നിലവാരമുള്ള കോളേജിൽ നിന്നാണ് നമ്മൾ വരുന്നതെന്നാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചെറിയ കാര്യത്തിനൊന്നും എന്ത് ചെയ്യരുത്, പോയി പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 50 മാർക്ക്, എക്സ്റ്റേണലിന് 50 മാർക്ക് ഉണ്ട്, ഇന്റേണലിനും അതുപോലെ 50 മാർക്ക് ഉണ്ട്. അപ്പൊ ടോട്ടൽ 100 മാർക്കിന്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സ്റ്റേണൽ എക്സാമിന് 50-ല് അത് എത്ര വേണം, 50-ല് 5 4 20 20 മാർക്ക്. 50-ൽ 20 മാർക്ക് വേണം ജയിക്കാൻ. ഓക്കെ, ടോട്ടൽ 100-ല് 50 വേണം. അപ്പോൾ ഇന്റേണൽസ് എപ്പോഴും സേഫ് എത്രയാ, 30 മാർക്ക് ഇന്റേണൽസ് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. ഓക്കെ, നൗ അറ്റൻഡൻസ് മാറ്റേഴ്സ്. വൈ അറ്റൻഡൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് സബ്ജക്റ്റ് പരീക്ഷ, KT-യുടെ പരീക്ഷ സബ്ജക്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ അറ്റൻഡൻസ് എത്ര വേണം, 75% അറ്റൻഡൻസ് മിനിമം വേണം. ഓക്കെ, സാധാരണ യൂണിവേഴ്സിറ്റി പറയാറ് 75% അറ്റൻഡൻസ് ഉള്ള ഒരാള് അയാൾ 100-ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 100 അറ്റൻഡൻസിൽ നിന്ന് എന്തുകൊണ്ട് 75% ആയി കുറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ലീവുകൾ ഉണ്ടെങ്കിൽ അതും ഡ്യൂട്ടി ലീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 75% അറ്റൻഡൻസ് സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഗേൾസിനാകുമ്പോൾ അവർക്ക് 73% ആയാലും കുഴപ്പമില്ല. കാരണം 2% അവർക്ക് മെൻസ്ട്രൽ ലീവായിട്ട് ഈ പുതിയ സ്കീമിൽ കാണിക്കുന്നത്. അപ്പൊ ഗേൾസിന് 73-യും ബോയ്സിന് 75. ജനറലി 75 എന്നാണ് ആ ഒരു കേസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഗേൾസിന് 73 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് 75 കിട്ടാനല്ല, നിങ്ങൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് 100% അറ്റൻഡൻസ് കിട്ടാനാണ്. എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ഇരിക്കണം. ചിലപ്പോൾ ചിലരുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അയാൾ ബോറിംഗ് ആണ്, പക്ഷെ അത് ഇതിന്റെ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ അതിന്റെ ഭാഗത്തിൽ നിൽക്കണം. ഇനി 100 തന്നെ കിട്ടിയില്ലെങ്കിലും ട്രൈ ടു കീപ് എബവ് 90 അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങാനും 75-ന്റെ താഴെയാണെങ്കിൽ, 75-ന്റെ താഴെ എന്ന് പറഞ്ഞാൽ 74 വരെ, അതായത് 75-ന്റെ താഴെ 74.9 ആണെങ്കിൽ 75-ന്റെ താഴെയാണ്. 60% മുതൽ 74% അല്ലെങ്കിൽ 75-ന്റെ താഴെ, 60 മുതൽ 75-ന്റെ ഇടയിലാണെങ്കിൽ, ശരിക്കും 75-ന്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന്റെ പരീക്ഷ എഴുതാൻ പറ്റില്ല. പക്ഷെ 60-ഉം 75-ന്റെയും ഇടയിലാണെങ്കിൽ അവിടെ പ്രിൻസിപ്പളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. പ്രിൻസിപ്പളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. പ്രിൻസിപ്പൽ പെർമിഷൻ തരണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തുകൊണ്ട് 75-ന്റെ താഴെയായി മെഡിക്കൽ റിപ്പോർട്ടുകളും മറ്റേ ലീവിന്റെ വേറെ എന്തെങ്കിലും ന്യായമായ ലീവൊക്കെ, അതായത് നിങ്ങൾ കോളേജിന്റെ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോയ ഡ്യൂട്ടി ലീവുകൾ ഉണ്ടല്ലോ,
അതായത് ചിലപ്പോൾ മറ്റുള്ള ഒരു കോളേജിൽ നിങ്ങളൊരു പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനോ ഒരു ഐഡിയ ഒരു ഹാക്കത്തണിന് പോവുകയോ അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു പേപ്പർ പ്രസന്റേഷനൊക്കെ പോയാൽ അതിനൊക്കെ ഡ്യൂട്ടി ലീവ് കിട്ടും. ഡ്യൂട്ടി ലീവും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 75ന്റെ കേസ് വരിക കേട്ടോ. ഡ്യൂട്ടി ലീവും കൂടെ എന്ത് ചെയ്യും അവർ കൺസിഡർ ചെയ്യും. ഡ്യൂട്ടി ലീവ് ഇല്ലാതെയല്ല, ഡ്യൂട്ടി ലീവും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് 75 നോക്കുക. എന്നിട്ടും 75 ഇല്ല എങ്കിലാണ് എന്ത് ചെയ്യുക, മെഡിക്കൽ റിപ്പോർട്ട്സോ ജെനുവിൻ ആയിട്ടുള്ള റീസൺ എന്തെങ്കിലും പ്രിൻസിപ്പൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ, അതിന്റെ പ്രൂഫ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്താൽ അവിടെ പ്രിൻസിപ്പളിന് തീരുമാനിക്കാം നിങ്ങൾ പരീക്ഷ എഴുതണം വേണ്ട. നിങ്ങൾ അങ്ങനെ പ്രൂഫ് കൊടുത്തു വിചാരിച്ചിട്ട് അയാൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അതിന് പുള്ളിക്കത് തോന്നണം, നിങ്ങൾക്ക് ഓക്കെ ജെനുവിൻ റീസൺ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്ന് തോന്നണം. അങ്ങനെ 60 to 75ന്റെ ഇടയിലാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് വരുന്നതെങ്കിൽ അവിടെ പ്രിൻസിപ്പളിന് പെർമിഷൻ, പ്രിൻസിപ്പൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളിന് പെർമിഷൻ കൊടുക്കാം. അങ്ങനെ പ്രിൻസിപ്പൾ പെർമിഷൻ കൊടുത്താൽ എന്തും കൂടെ ഉണ്ട് അറിയും, അതിന്റെ പ്രൂഫും കാര്യങ്ങളും അവിടെ എടുത്തു വെക്കണം. KTUവിന്റെ ഓഡിറ്റ് വരും, ഓരോ സെമസ്റ്ററിലും 2 പ്രാവശ്യം ഓഡിറ്റ് വരും. ഈ പുറത്തുനിന്ന് വരുന്ന ഓഡിറ്റ് വരുന്ന ആൾക്കാർ ഇത് ചെക്ക് ചെയ്യും. അതെന്തെങ്കിലും പ്രശ്നമാണ്, ഫേക്ക് ആണെന്നൊക്കെ ബോധ്യപ്പെട്ടാൽ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പളിനും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്. അപ്പോൾ പ്രിൻസിപ്പൾ എപ്പോഴും സേഫ് ആയിട്ട് നിൽക്കുള്ളൂ, എല്ലാ ഉടായ്പിനും നിൽക്കണമെന്നില്ല. ക്ലിയർ? മാത്രമല്ല ഇതുവരെ 2019 സ്കീം തൊട്ട് മുമ്പത്തെ സ്കീം വരെ ഈ 60 to 75ന്റെ ഇടയിൽ എല്ലാ സെമ്മിലും എല്ലാ സബ്ജക്റ്റുമായിട്ട് അതിനെന്തെങ്കിലും റീസൺ ആയിട്ട് എന്നും പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് ഇപ്രാവശ്യം KTU നിർത്തി. KTU എന്ത് ചെയ്തെന്ന് അറിയോ? മാക്സിമം 2 സെമസ്റ്ററിലെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് S3 ചിലപ്പോൾ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് 75ന്റെ താഴെ പോയാൽ കണ്ടോണേഷൻ അടക്കുക ഒരു പ്രാവശ്യം. ഓക്കെ, അപ്പൊ ഈ സെമസ്റ്ററിലെ ഒരു ചാൻസ് കഴിഞ്ഞു, ഒരു സെമസ്റ്ററിലെ കണ്ടോണേഷൻ അടച്ചു. ഇനിയോ നിങ്ങൾ നാളെ S6 ആയി എന്ന് കരുതിക്കോ. S6 നിങ്ങൾ 3 സബ്ജക്ട് അണ്ടറായി, അല്ലെങ്കിൽ 16 താഴെ 75ന്റെ ഇടയിലായെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കണ്ടോണേഷൻ അടക്കാൻ 2 സെമസ്റ്ററുകളിലെ അവസരം ഉണ്ടാവും. ചിലപ്പോൾ ആ സെമസ്റ്ററിൽ ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു കുട്ടീനെ ആലോചിച്ച് നോക്കി നിങ്ങൾ, S3 അവന് ഒരു സബ്ജക്ട് എന്തായി 75ന്റെ താഴേക്ക് കുറഞ്ഞു, അപ്പൊ അവന് കണ്ടോണേഷൻ അടക്കണം. S4 അവന് ഒരു സബ്ജക്ട് അണ്ടറായി, അപ്പൊ അവന് എന്തേലും കണ്ടോണേഷൻ അടക്കണം. അതോടുകൂടി അവന്റെ 2 സെമസ്റ്ററിൽ ചാൻസ് തരും. അവൻ ആകെ 2 സബ്ജക്റ്റിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, കുറഞ്ഞിട്ടുള്ളൂ. അതേസമയം ഒരു കുട്ടി S3 തന്നെ 3 or 4 സബ്ജക്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സെന്റൻസ് വൈസ് ഒരു സെമസ്റ്റർ 2 സെമസ്റ്ററിൽ യൂസ് ചെയ്യാം, 2 സബ്ജക്റ്റുകളല്ല. അപ്പൊ ആ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇനി 2 or 3 സബ്ജക്ട് പോയിട്ടുണ്ടെങ്കിലും അത് അപ്പം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ സബ്ജക്റ്റിന്റെ എണ്ണത്തിനല്ല, എത്ര സെമസ്റ്ററിൽ നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്നതാണ്. അത് ആകെ 2 സെമസ്റ്റർക്കേ നിങ്ങൾ അടക്കാൻ പറ്റുള്ളൂ. കണ്ടോണേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫീ അടക്കണം യൂണിവേഴ്സിറ്റിക്ക്. ആ ഫീ എത്രയാണെന്ന് യൂണിവേഴ്സിറ്റി അവരുടെ റെഗുലേഷൻസിൽ എവിടെയും കണ്ടിട്ടില്ല. ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരു എമൗണ്ട് ഫീ അടക്കണമെന്നും ആ ഫീ, അതായത് നിങ്ങൾ പ്രിൻസിപ്പൽ അടുത്ത് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് പെർമിഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ഈ കണ്ടോണേഷൻ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് എത്രയെങ്കിലും എമൗണ്ട് അടക്കണം. ആ എമൗണ്ട് എത്രയാന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞില്ല. അത് അങ്ങനെ അടക്കാനുള്ള സൗകര്യം 2 സെമസ്റ്റേഴ്സിലേ ഉണ്ടാവും. 3ാമത്തെ സെമസ്റ്ററിന് ജെനുവിൻ റീസൺ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ മെഡിക്കൽ കേസായി, നിങ്ങൾ ഓൾറെഡി 2 സെമസ്റ്റർ എടുത്തു കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഇയർ ഔട്ട് ആവും. അടുത്ത പ്രാവശ്യത്തെ ടീമിന്റെ ഒപ്പം നിങ്ങൾ കയറേണ്ടി വരും. ആ സബ്ജക്റ്റ് ഔട്ട് ആവും. നിങ്ങൾക്ക് ആ സബ്ജക്ട് എഴുതാൻ പറ്റില്ല. മറ്റേതെങ്കിലും സബ്ജക്റ്റിന്റെ സ്ലോട്ടിന് പകരം മാറി എടുക്കുകയോ അല്ലെങ്കിൽ സെമസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് അതിലെ കേസ്. പിന്നെ ഇമ്പാക്ട് ഓൺ ഇന്റേണൽ ഇവാലുവേഷൻ, എൻഹാൻസസ് ഇന്ററാക്ഷൻ വിത്ത് ഫാക്കൽറ്റി, ബിൽഡ്സ് ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്. സി, നിങ്ങൾ അറ്റൻഡൻസ് 75ന്റെ മുകളിലുണ്ട് അല്ലെങ്കിൽ 85ന്റെ മുകളിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ അപ്പൊ ക്ലാസ്സിൽ റെഗുലർ ആണ്. അപ്പൊ ക്ലാസ്സിൽ റെഗുലർ ആകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ സ്റ്റാഫിനെ നിങ്ങൾ കാണും, സ്റ്റാഫ് നിങ്ങളെയും കാണും. എൻ്റെ ക്ലാസ്സിൽ എന്നും വരുന്ന ഒരു കുട്ടിയാണ് എന്നൊരു പരിഗണന എപ്പോഴും കിട്ടും. മാത്രമല്ല സാർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിൽ സാറ് സ്ട്രെസ് ചെയ്യുന്ന ഏരിയ ഉണ്ടാവും. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഈ ചോദ്യമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇന്റേണൽ എക്സാമിന് വരിക കേട്ടോ എന്നുള്ള ചില വാക്കുകൾ ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ഇന്റേണൽ മാർക്സ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോൾ ജനറലി കുറെ ഏരിയ എന്ന് ചോദ്യം വരാമെങ്കിലും ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ചില ഏരിയയിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത് നന്നായിട്ട് പഠിച്ചോ, ഇത് എക്സാമിന് ചോദിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റേണൽ എക്സാമിന് ചിലപ്പോൾ ആ സാർ അതിന് എന്തായാലും ചോദ്യം എടുക്കും. അപ്പൊ നമുക്ക് അവിടെ ഇന്റേണൽ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു
അവസരം കൂടെ കിട്ടുകയാണ്. പിന്നെ ഈ ഫാക്കൽറ്റിനായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ട് പരിചയം ഉണ്ടാവും, ആ സാറും നമ്മളെ കണ്ട് പരിചയം ഉണ്ടാവും. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ റെഗുലർ ആയിരിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയോട് കാണിക്കുന്ന ഒരു അനുഭാവം ആയിരിക്കില്ലല്ലോ എൻ്റെ ക്ലാസ്സിന് വിലയില്ലാതെ ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു കുട്ടീനോട് ഒരു സ്റ്റാഫിന് ഉണ്ടാവുക. സ്വാഭാവികമാണ്, ഒരു മനുഷ്യത്വപരമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. ഒരു കുട്ടി ചിലപ്പോൾ അത്ര ക്യാപ്പാസിറ്റി ഇല്ലാത്ത കുട്ടിയായിരിക്കും, പക്ഷെ അവന്റെ കഴിവനുസരിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവനെല്ലാം എൻ്റെ ഒറ്റ ക്ലാസ്സും കട്ട് ചെയ്യുന്നില്ല. അതേസമയം മറ്റൊരുത്തൻ എനിക്കിപ്പോ ഇയാളുടെ ക്ലാസ് ഒന്നും വേണ്ട, ഇയാൾ അത്ര പോരാ, ഞാൻ അയാളുടെ ക്ലാസ് ഒന്നും ഇരിക്കുന്നില്ല എന്ന് പോകുമ്പോൾ സംഭവം ആ കുട്ടി നന്നായി പഠിക്കുന്നവരായിരിക്കും, പക്ഷെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ആംഗിൾ കാഴ്ചപ്പാട് രണ്ട് സ്റ്റുഡൻസിന് എന്തായാലും ഡിഫറെന്റ് ആയിട്ട് പറയും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചിലപ്പോൾ ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് അത്ര മോശമായിരിക്കാം, ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ആണെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തട്ടി കൊണ്ടുപോകാം. പക്ഷെ റിയൽ ലൈഫ് കേസിൽ നമ്മൾ നേരെ ക്ലാസ്സിൽ ഇപ്പോൾ നടക്കില്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് പേഷ്യന്റ് ആയിട്ട് നമ്മൾ അത് നമ്മളൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. രസമില്ലാത്ത ക്ലാസ്സിൽ പോയി ഇരുന്ന് ക്ഷമിച്ച് നിന്ന് സഹിച്ച് നിൽക്കലും ഈ 4 കൊല്ലത്തെ ട്രെയിനിങ്ങിൽ വരുന്നതാണ്. അത് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ S1 S2 അനുഭവിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു പേടിയും വേണ്ട, S3 S4 S5 S6 എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സാറ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അറ്റൻഡൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ലാഘവമായിട്ട് എടുക്കരുത്, വളരെയധികം അത് ശ്രദ്ധിക്കണം. അറ്റൻഡൻസിന്റെ മാർക്ക് റൂൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, അറ്റൻഡൻസ് സബ്ജക്റ്റിനൊക്കെ 5 മാർക്കാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ഒരു സ്കീം ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പലരും പല കോളേജും പല രീതിയിലായിരുന്നു. ചിലർ 90% എബവ് ഉണ്ടെങ്കിൽ 5 മാർക്ക്, ചിലർ 80% മുകളിലുണ്ടെങ്കിൽ 5 മാർക്ക്. അപ്പൊ ചിലർ ഫ്രണ്ട്സ് അപ്പുറത്തെ കോളേജിൽ ഇപ്പുറത്തെ കോളേജിലുള്ളവർ, എടാ എനിക്ക് 83% എനിക്ക് 5 മാർക്ക് കിട്ടിയല്ലോ, വേറൊരുത്തും പറയാം എടാ എനിക്ക് 89 കിട്ടിയിട്ട് എനിക്ക് ആകെ 4 8 തന്നിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടായിരുന്നു. അതെങ്ങനെ മാർക്ക് ഇടണമെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കോളേജിലൊക്കെ ഫോളോ ചെയ്യേണ്ടത് ഈ റൂളാട്ടോ, അത് ശ്രദ്ധിച്ചുകൊണ്ടു. അതായത് നിങ്ങൾക്ക് 85% മുകളിൽ അറ്റൻഡൻസ് ഉണ്ട് സബ്ജക്റ്റ് എങ്കിൽ അതിന് 5 മാർക്ക് കിട്ടും, കംപ്ലീറ്റ് മാർക്ക് കിട്ടും. ഓക്കെ, 85% ഉണ്ടെങ്കിൽ. 80യും 85ന്റെ ഇടയിലാണെങ്കിൽ 4 മാർക്ക്, 75ഉം 80ന്റെ ഇടയിലാണെങ്കിൽ 3 മാർക്ക്, 70യും 75ന്റെ ഇടയിലാണെങ്കിൽ 2 മാർക്ക്, 60യും 70ന്റെ ഇടയിലാണെങ്കിൽ 1 മാർക്ക്, ബിലോ 60 ആണെങ്കിലോ 0. അത് ഞാൻ പറയാൻ മറന്നു. നിങ്ങളുടെ അറ്റൻഡൻസ് 60% താഴെയാണെങ്കിൽ നിങ്ങൾ എന്ത് മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ പ്രിൻസിപ്പൾ വിചാരിച്ചിട്ടും കാര്യമില്ല. ക്ലിയർ? 60യും 75ന്റെ ഇടയിലുമാണ് പെർസെൻറ്റേജ് എങ്കിൽ അവിടെ പ്രിൻസിപ്പളിന് നിങ്ങളെ ചിലപ്പോൾ സഹായിക്കാൻ പറ്റും, നിങ്ങൾക്ക് കണ്ടൊണേഷൻ അടക്കുകയും ചെയ്യാം, എന്നിട്ട് പരീക്ഷ എഴുതാം. അപ്പൊ നിങ്ങളുടെ അറ്റൻഡൻസിന്റെ മാർക്ക് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് നിങ്ങൾ ഏത് ക്രൈറ്റീരിയയിൽ വരുന്നു. 60ന്റെ താഴെയാണെങ്കിൽ മാർക്ക് 0. ഉദ്ദേശം 60ന്റെ താഴെയാണെങ്കിൽ എന്ത് വാലിഡ് റീസൺ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ സബ്ജക്ട് എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് ചിലപ്പോൾ 1.5 മാസം 2 മാസം വീട്ടിൽ റെസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ക്ലാസ്സിൽ ഫിസിക്കലി അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ബിലോ 60 ആണ് അറ്റൻഡൻസ് പെർസെൻറ്റേജ് എങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് പോയി, അത് ആ സെമസ്റ്ററിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെ FE ഗ്രേഡ് ആവും. FE ഗ്രേഡ് ആയാൽ പിന്നെ അടുത്ത പ്രാവശ്യം ആ സബ്ജക്റ്റ് ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ അറ്റൻഡൻസിന്റെ കേസിൽ പറയാം. അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ S3ലേക്ക് കടക്കുകയാണ്. S3ലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് മാസ്റ്റർ ദി ഫണ്ടമെന്റൽസ്. ഞാൻ പറഞ്ഞു പുതിയ സെമസ്റ്റർ തുടങ്ങുകയാണ്. പുതിയ സെമസ്റ്റർ നിങ്ങൾ പുതിയൊരു ഉൾക്കാഴ്ചയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് പോവാണ്. പക്ക നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ കോറിലേക്ക് പോവാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഓരോ സബ്ജക്റ്റിന്റെയും മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം. അപ്പൊ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന്റെ മൊഡ്യൂൾ 1ഉം 2ഉം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. 3ഉം 4ഉം കുറച്ച് ടഫർ ആയിരിക്കാം, കുറച്ചുകൂടെ ഹയർ ലെവൽ ആയിരിക്കാം. പക്ഷെ ആ 3ഉം 4ഉം മനസ്സിലാക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള 1ഉം 2ഉം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ മോസ് എടുത്ത് നോക്കിക്കോ. ഇപ്പൊ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കാനുണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി പഠിക്കണം. ഇതിലൊക്കെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പഠിക്കുന്നതാണ്. അത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരിക്കും. ഇത് എളുപ്പം, അത് എടുത്തോണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് തോന്നൂല ഇത് എളുപ്പമാണ്, ഇത് എന്ത് സാറേ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ എങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിന്റെ അവസ്ഥ. അപ്പൊ 3ഉം 4ഉം മൊഡ്യൂൾ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
ഫസ്റ്റ് മൊഡ്യൂള് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. അപ്പൊ പലർക്കും സംഭവിക്കണം എന്താ വെച്ചാൽ ഈ സെക്കൻഡ് ഇയർ കണ്ട് കയറുന്ന തുടക്കകാലം എന്ന് പറഞ്ഞാല് അതൊരു കാഴ്ചപ്പാട് മാറുന്ന ഒരു ടൈമും കൂടിയാണ് പലരുടെയും. ഇപ്പൊ ഞാനിപ്പോ ഒരു സീനിയറായി, ഞാനിപ്പോ ഒരു സെക്കൻഡ് ഇയർ ആയി, പിന്നെ നമ്മുടെ അതുവരെ നമ്മൾ ഫസ്റ്റ് ഇയർ ആയിരുന്ന ആൾക്കാരെ നമ്മുടെ കീഴില് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വരുമ്പോൾ ആ ഒരു സെൻസ് ഓഫ് ഒരു സീനിയർ, ഒരു ജാട അല്ലെ, ഒരു മസിലൊക്കെ വന്ന് ഇങ്ങനെ നടന്ന് കാണാൻ കൊള്ളാവുന്ന വേറെ കൊണ്ടുണ്ടെങ്കിൽ അതിന് വായി നോക്കി നടന്ന് അപ്പൊ പഠിത്താവൂല, അപ്പൊ ശ്രദ്ധ. അപ്പോൾ ഈ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിന്റെ ഇടയിൽ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും ഒക്കെ തീർന്നുണ്ടാവും. പിന്നെ തേർഡും ഫോർത്ത് എത്തുമ്പോൾ വായും പൊളിച്ചിരിക്കും, ഇന്റേണൽസിൽ മാർക്കും കുറയും. അപ്പോൾ പിന്നെ നമ്മുടെ ട്രാക്കേ മാറും, ട്രാക്ക് തന്നെ മാറും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ എക്സാമ്പിളുകൾ വന്നിരിക്കും. നോക്കിക്കോ, എന്റെ വാക്കാണ്. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബാച്ച് മേറ്റ്സ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് പേര് തെറ്റിപ്പോകുന്നവരുണ്ട്. ക്ലിയർ? അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ ഭയങ്കര ഒരു ട്രാൻസിഷൻ ആണ്. ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ട്രാൻസിഷൻ അത്ര പ്രശ്നമല്ല. സെക്കൻഡ് ഇയറിന് തേർഡ് ഇയർക്കോ, തേർഡ് ഇയറിന് ഫോർത്ത് ഇയർക്കോ ഉള്ള തേർഡ് ഇയറിന് ഫോർത്ത് ഇയർ ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ നല്ല മെച്യൂർഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവണം. ഓക്കെ, ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയറിലേക്കുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ചേഞ്ച് വരുത്തുന്നതാണ്. ലൈക്ക് നിങ്ങൾ മെന്റലി നിങ്ങളുടെ എൻവയൺമെന്റ് തന്നെ എൻറ്റയർലി മാറാൻ പോവാണ്. സോ ബിവെയർ ഓഫ് ദാറ്റ് ടു. ഓക്കെ, സോ പറഞ്ഞു വന്നത് ഫസ്റ്റ് 2 മൊഡ്യൂളുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ ട്രാൻസിഷൻ സ്റ്റേജിന്റെ തുടക്കത്തിൽ വരുന്ന 2 മൊഡ്യൂളുകളാണ് ഇത്. അപ്പൊ അതാണ് അതിലെ ഏറ്റവും വലിയ പേടിയും. അപ്പൊ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ആ 2 മൊഡ്യൂളുകൾ നിങ്ങൾ ട്രാക്കിൽ നിന്ന് വിട്ടുപോകരുത്. പ്ലാൻ യുവർ വീക്സ്, നോട്ട് ജസ്റ്റ് എക്സാംസ്. സി, ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ളതാണ്, ഡെയിലി പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ഇപ്പൊ ഇന്നെടുത്ത കാര്യം, ഇന്നിപ്പോ ഒരു 4 സബ്ജക്റ്റ് എടുത്തു, ഇന്നെടുത്ത ആ 4 സബ്ജക്റ്റ് ഇന്ന് രാത്രി നിന്ന് കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് മെക്കാനിക്കൽ ആണെങ്കിൽ നമ്മളൊക്കെ ഒരേ റേഞ്ച് തന്നെയാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാരണം നമ്മൾ ഈ മെക്കാനിക്കൽ കഴിഞ്ഞ് വന്നല്ലേ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പൊതുവെ പറയാറുള്ളത്, ഡെയിലി പഠിച്ചിട്ടില്ല എങ്കിലും പൊതുവെ മിക്ക കോളേജിലും സാറ്റർഡേസും സൺഡേസും അവധിയാണ്. ഇനി വേറെ ചില കോളേജിൽ ഇപ്പൊ സൺഡേസ് മാത്രമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനിപ്പോ 2 ദിവസമായാലും 1 ദിവസമായാലും നിങ്ങൾ ആ ലീവുള്ള ആ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കുറഞ്ഞ പക്ഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ ആഴ്ച എടുത്ത എല്ലാ സബ്ജക്റ്റിന്റെ പോർഷൻസും ഒന്നിങ്ങനെ ഓടിച്ചു പോവാ. നിങ്ങൾക്ക് ഡെയിലി, അതായത് ഇന്നിപ്പോ ഒരു ദിവസം, ഇന്നിപ്പോ സപ്പോസ് ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് രാവിലെ 9 മണി മുതൽ 4 മണി വരെ ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 9 മണി മുതൽ 4 മണി വരെ ക്ലാസ് എടുത്ത് നിങ്ങൾ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നു, ഫ്രഷ് ആവുന്നു, വേണമെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ TV കാണുന്നു, നിങ്ങളുടെ ലെഷർ ടൈം ഒക്കെ എടുക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്. ലാസ്റ്റ് അന്നത്തെ ദിവസം ഒരു അരമണിക്കൂർ, അന്ന് 9 മണി മുതൽ 4 മണി വരെ അന്നത്തെ ആ ഒരു 6-7 മണിക്കൂറിൽ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് തിരിച്ചിങ്ങനെ നോക്കിയാൽ, ഒരു അരമണിക്കൂർ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. അതിങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലല്ല, എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ തന്നെയുള്ള പഠനം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ പറയാം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അതായത് ആഴ്ചയിലെ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അവധി വരുമ്പോൾ ആ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ആ ആഴ്ചയിൽ എടുത്ത എല്ലാ സബ്ജക്റ്റുകളുടെയും ഒന്ന് ഓടിച്ചു പോവുക. അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സാമിന് എത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ പറയുന്ന പരിപാടി അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ല. അതിന് ഭയങ്കര പേഷ്യൻസ് വേണം, ക്ഷമ വേണം, പിന്നെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വേണം. കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് പല പ്രോഗ്രാംസ് ഉണ്ടാവും. അല്ലെങ്കിലേ തിങ്കൾ മുതൽ വെള്ളി വരെ ഫ്രണ്ട്സ് ആയിട്ട് ചുറ്റിക്കറങ്ങലൊക്കെ ആണെങ്കിലും സാറ്റർഡേ സൺഡേയും വേറെ നമുക്ക് ചിലപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പൊ ദൂരെ താമസിക്കുന്നവരാണ്, ഹോസ്റ്റൽ കോളേജ് ഉള്ളവരാണെങ്കിൽ ചില സാറ്റർഡേ സൺഡേസ് വീട്ടിലേക്ക് പോകുന്നുണ്ടാവും. അത് നിങ്ങൾ പിന്നെ മാനേജ് ചെയ്യണം. ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ സാറ്റർഡേ ഉണ്ടെങ്കിൽ സാറ്റർഡേ, അല്ലെങ്കിൽ സാറ്റർഡേ ആൻഡ് സൺഡേ പറ്റുമെങ്കിൽ 2 ദിവസവും നിങ്ങൾ ആ വീക്കിൽ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കുകൾ വളരെ കുറച്ച് എടുത്തിട്ടുണ്ടാവുള്ളൂ. ഓരോ സബ്ജക്റ്റുകളും കുറച്ച് ടോപ്പിക്സുകൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതൊന്ന് ഓടിച്ചു പോയി മനസ്സിലാക്കുക. ഡീറ്റെയിൽ ആയിട്ട് കുത്തിയിരുന്ന് പഠിക്കുക എന്നല്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് ടച്ച് വേണം.
അത് നിങ്ങളുടെ സീരീസ് എക്സാമിന് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബിലീവ് മീ. സീരീസ് എക്സാം ആകുമ്പോൾ പഠിത്തത്തിന്റെ സ്റ്റൈല് മാറ്റിട്ട് തന്നെ പഠിക്കണം, യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കണം. പക്ഷെ അത് നിങ്ങളെ ഈ വീക്കിലി ഉള്ള ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മെമ്മറി ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് എക്സാമിന്റെ ആഴ്ച ഇരുന്ന് പഠിക്കാൻ നിന്നാല് നിങ്ങൾ സീരീസ് ചിലപ്പോൾ തട്ടിമുട്ടി ജയിച്ചേക്കാം, അതിന്റെ എന്തെങ്കിലും മാർക്ക് ഉണ്ടാവും. പക്ഷെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കയറൂല. നിങ്ങൾ അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒക്കെ കയറിയാലായി. നിങ്ങൾ അല്ലാതെ എല്ലാ സബ്ജക്റ്റും തലേന്ന് രാത്രിയോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല മക്കളെ, ജയിക്കില്ല. കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചന്നെ ജയിക്കണം. അങ്ങനെ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് അടുത്തത് ലെവറേജ് ഗ്രൂപ്പ് ലേണിംഗ്. നിങ്ങൾ പഠിക്കുന്നത് ഗ്രൂപ്പായിട്ട് പഠിച്ചാൽ അത് വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് ഇപ്പൊ തിയറി സബ്ജക്റ്റ് ഒക്കെ, ഇപ്പൊ മാനുഫാക്ചറിങ് പ്രോസസ് പറഞ്ഞ സബ്ജക്റ്റിലെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കൊണ്ടു, വലിയ വലിയ പാരഗ്രാഫാണ് ഒരു മൊഡ്യൂൾ തന്നെ സിലബസ് ആയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഒരു മെഷീന്റെ വർക്കിംഗ് എങ്ങനെയാന്നുള്ളത് ഞാൻ ബുക്ക് തുറന്ന് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് അതിങ്ങനെ വായിച്ച് പഠിച്ച് ഫിഗർ നോക്കി പിന്നെയും വായിക്കുന്നു, പിന്നെയും ഫിഗർ നോക്കി കാര്യമൊക്കെ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ അടുത്തിരുന്നിട്ട് ഒരു സുഹൃത്ത്, എടാ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ അറിയോ, ഇത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, ഇതാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ, അതായത് 10 മിനിറ്റ് കൊണ്ട്, 10 അല്ല ചിലപ്പോൾ 15ഓ 20ഓ മിനിറ്റോ എടുത്ത് പഠിക്കേണ്ട ഒരു സാധനം വെറും 2ഓ 3ഓ മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടും. നിങ്ങൾ പലപ്പോഴും ഈ ടെക്നിക്ക് എക്സാമിന്റെ തലേന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? എടാ ഇത് എങ്ങനെയാടാ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? അപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക്, എടാ ഈ ലേസറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞുതരും, വായിക്കാൻ സമയമില്ല. എടാ അപ്പോൾ അത് ഇങ്ങനെയാണ് ആറ്റംസ് ഇങ്ങോട്ട് ഹയർ സ്റ്റിമുലേറ്റഡ് ഏരിയക്ക് പോകും, അപ്പോൾ അവിടുന്ന് വരുമ്പോൾ റിലീസ് ചെയ്യും, എനർജി റിലീസ് ചെയ്യും, അതാണ് ലേസർ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇത് വളരെ എളുപ്പമാണല്ലോ എന്ന് പറയും അല്ലേ? പലർക്കും അനുഭവം ഉണ്ടാവും. ലേസർ എന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് ചിലപ്പോൾ എക്സാം ഹാൾക്ക് കയറുന്നതിന്റെ തൊട്ട് മുന്നേ ആയിരിക്കും ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് പറഞ്ഞോ ഇത്രയേ ഉള്ളൂ വരില്ല. ഇത് തന്നെയാണ് ഗ്രൂപ്പ് ലേണിംഗ്. അത് എക്സാമിന്റെ തലേന്നായാലും ഒരു പരിധി വരെ ഗ്രൂപ്പ് ലേണിംഗ് കുഴപ്പമില്ല, വാതിലിന്റെ പുറത്ത് നടത്തിയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ലേൺ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒന്ന് നമ്മൾ പഠിക്കും, പെട്ടെന്ന് ഒരാളുടെ അടുത്ത് കാര്യം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടീച്ചേഴ്സിനെക്കാട്ടും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. രണ്ടാമത്തത് ഗ്രൂപ്പ് ലേണിംഗ് ആകുമ്പോൾ നമുക്കൊരു അവസരം കിട്ടും ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അങ്ങനെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കുന്നത് വേറൊരു പഠനം തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി ആ ടോപ്പിക്ക് നമുക്ക് തറവായിട്ടുണ്ടാവും, പിന്നെ ഞാൻ വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരില്ല. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരായിരിക്കും മിക്കവരും. അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് പോഷൻ തീരും. കാരണം 3-4 മണിക്കൂർ കൊണ്ട് എടുത്ത് പഠിക്കേണ്ട ഒരു സാധനം, അതിലൊരു ടോപ്പിക്ക് ഞാൻ പഠിക്കും, മറ്റേ ടോപ്പിക്ക് എൻ്റെ അപ്പുറത്തെ ഫ്രണ്ട് പഠിക്കും, മറ്റേ ടോപ്പിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ട് പഠിക്കും, എന്നിട്ട് നമ്മൾ തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ 3-4 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ട സാധനം ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ആ ഫുൾ ടോപ്പിക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ നമ്മുടെ ന്യൂമറിക്കൽ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്, ലൈക്ക് മാത്സ്, മോസ്, FM. ഇതിനൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോഴേ ഒരു പ്രോബ്ലം വരുമ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ വന്നതാകുമ്പോൾ നമുക്ക് തെറ്റ് വരുന്നത് എവിടെയാണെന്നും അല്ലെങ്കിൽ എന്താണ് അതിന്റെ കൺസെപ്റ്റ് ഡിസ്കഷൻ വരും. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എനിക്കത് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്, ഞാൻ S6 പഠിക്കുമ്പോഴായിരുന്നു. അതുവരെ ഞാൻ എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പഠിക്കുക, ബുക്ക് നോക്കുക, ഒറ്റയ്ക്ക് പഠിക്കുക, മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക, പിന്നെ ഇതിങ്ങനെ റിവൈൻഡ് ചെയ്ത് പോവുക. ഞാൻ പറഞ്ഞാൽ ചില കുട്ടികളുണ്ടാവും 1 മണിക്കൂർ കൊണ്ട്, ഒറ്റ മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടി കിട്ടും, തലയിലുണ്ടാവും. എൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം വായിച്ചാലേ എനിക്കത് തലയിൽ സ്റ്റോർ ആകും. പക്ഷെ S6 ആയപ്പോൾ ഈ ഒരു ടെക്നിക്ക്, ഒരു ഡെസ്പറേറ്റ് അവസ്ഥ വന്നു S6 ആയപ്പോൾ, ഈ ടെക്നിക്ക് നല്ലോണം ഫലവത്തായി എനിക്ക്. കാരണം പെട്ടെന്ന് സാധനം കിട്ടി. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബുക്ക് വായിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടും. അപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടത് കുറച്ച് വൈകിപ്പോയി. പക്ഷെ നിങ്ങളത് ഇപ്പോഴേ ഒന്ന് ട്രൈ ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സബ്ജക്റ്റുകൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ തിയറി ആയിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഒക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് സൈഡിൽ നോക്കുക. നമ്മുടെ ഇപ്പൊ ലാബ് അടക്കം നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് മോസിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ വരുന്നുണ്ട്.
അപ്പൊ അവിടെ ഹാർഡ്നെസ് എന്താണ്, ടഫ്നെസ് എന്താണ്, ഇങ്ങനത്തെ ഡെഫിനിഷൻസ് അവിടെ പഠിക്കുമ്പോൾ എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് നമ്മൾ ഈ ലാബിൽ ചെല്ലുമ്പോൾ ഓരോന്നിന്റെ ടഫ്നെസ്സും അതുപോലെ ഹാർഡ്നെസ് നോക്കുമ്പോൾ ഒക്കെ കാണും. പിന്നെ അതിൽ മറ്റേ ഹൂക്സ് ലോ, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നൊക്കെയുള്ള നമ്മൾ തിയറി കൺസെപ്റ്റ് സബ്ജക്ട് പഠിക്കും. അത് പ്രാക്ടിക്കലി നമ്മളത് വർക്ക്ഔട്ട് ചെയ്യുന്ന മെഷീനിൽ നമ്മളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റിയൽ ലൈഫായിട്ട് നമ്മുടെ തിയറി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അതിൽ കിട്ടും. ദ ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഫാക്കൽറ്റി. സി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാക്കൽറ്റീനേറ്റ്, ആ സബ്ജക്റ്റ് എടുക്കുന്ന ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റീസിനേറ്റ് നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻ നമുക്ക് വേണം. അത് ഒരു പക്ഷേ സബ്ജക്റ്റ് വൈസ് നമുക്ക് ഒരു സ്റ്റാഫിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ ആ സ്റ്റാഫ് എടുക്കുന്ന സബ്ജക്റ്റ് എത്ര ടഫായാലും ശരി നമ്മൾ ആ സബ്ജക്റ്റ് അറിയാതെ പഠിക്കാൻ തുടങ്ങും. നേരെ തിരിച്ചു സംഭവിക്കാം. ഒരു സ്റ്റാഫിനെ നമുക്ക് കണ്ടുവിടാന്നുണ്ടെങ്കിൽ ആ എത്ര എളുപ്പമുള്ള സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ബോറിംഗ് ആയിട്ട് വരും. അപ്പൊ എപ്പോഴും സ്റ്റാഫ്സിനായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യാൻ നിൽക്കുക. അവരും മനുഷ്യരാണ്, ചിലപ്പോൾ അവരുടെ അടുത്ത് വരുന്ന ചില മിസ്റ്റേക്സുകൾ ഉണ്ടാവാം. നിങ്ങൾ അവർക്ക് നല്ല രീതിയിൽ കോൺവെർസേഷൻ ചെയ്തിട്ട് എപ്പോഴും ഒരു നല്ല റിലേഷൻ കീപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ നാളെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് ഒരു ജോബ് ഫെച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയോ ഈ നിങ്ങളെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആയിരിക്കും, നമുക്കറിയില്ല. ചിലപ്പോൾ ചില സ്റ്റാഫുകൾ ആകെ ഒരു സെമസ്റ്ററിൽ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുള്ളൂ, പക്ഷെ അവരായിട്ടുള്ള ബോണ്ടായിരിക്കും ചിലപ്പോൾ 4ാമത്തെ ഇയർ കഴിഞ്ഞ് നിങ്ങളെ ചിലപ്പോൾ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ സ്റ്റാഫുകളായിട്ട് മാക്സിമം എല്ലാ സ്റ്റാഫിനേറ്റും നല്ല റിലേഷൻ എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സബ്ജക്ട്സിലെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാഫിനോട് ചോദിക്കും. ഇത് അവസാനത്തെ ആഴ്ച പോയിട്ടോ എക്സാമിന്റെ തലേന്ന് സാർ ഇത് എങ്ങനെയാ കിട്ടുക, ഇത് എങ്ങനെയാ വരുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫിനൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ ഡൗട്ടുകൾ വരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രാങ്ക് ലെക്ചേഴ്സ് കൂടെ എക്സാം ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അത് ചില ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, എടാ ഇതാണ് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, അപ്പൊ നിങ്ങൾ ഡൗട്ട് അടിക്കരുത്, ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടി വരുമ്പോൾ ആ ക്ലാസ് കേൾക്കാതെ വെറും PDF മാത്രം സ്കോൾ ചെയ്ത് സാറേ ഇത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് ഇങ്ങനെ എങ്ങനെയല്ലേ, അത് അങ്ങനെ എങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും ചോദിക്കുന്ന കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്റ്റാഫിനായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇല്ലാത്ത ഡൗട്ട് പോയി ചോദിക്കണ്ട, ഉള്ള ജെനുവിൻ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ പോയി നോക്കുക. നിങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകാനെങ്കിൽ ആ സ്റ്റാഫിന് നിങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുന്നതുകൊണ്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ കേസാണ് അറ്റൻഡൻസ്. വീക്കിലി എന്ത് ചെയ്യണം, ശരിക്കും കോളേജ് വീക്കിലി അല്ലെങ്കിലും മന്ത്ലി എങ്കിലും നിങ്ങൾ അതത് സബ്ജക്റ്റിന്റെ സ്റ്റാഫിന്റെ അടുത്ത് പോയി സാർ എൻ്റെ സബ്ജക്റ്റിൽ എപ്പോഴത്തെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് ഒന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അത് അറിയിക്കല് അവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ വീക്കിലി എന്നുള്ള അർത്ഥത്തിലെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ ഒരു വീക്ക് കഴിയുമ്പോൾ എന്തായ അറ്റൻഡൻസ് പെർസെൻറ്റേജ് ഇനി ഓരോ വീക്കും ചെന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ജൂലൈയിലാണ് തുടങ്ങിയെങ്കിൽ ജൂലൈ എൻ്റെ ഓഗസ്റ്റ് 1-ാം തീയതി സാറേ ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 31 കൂടി അതുവരെയുള്ള എൻ്റെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് എത്രയാണ്, ഓരോ സബ്ജക്റ്റിന്റെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, ചിലപ്പോൾ സ്റ്റാഫ് സബ്ജക്ട് നിങ്ങൾ പ്രസന്റ് ഉള്ളിടത്ത് ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതായത് ഇപ്പൊ ചില കോളേജിലൊക്കെ സോഫ്റ്റ്വെയർസിലാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, ചിലർ ബുക്കിലായിരിക്കും. അവിടെ ഒക്കെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ക്ലാസ്സിൽ വന്നിക്കണം എന്നിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ പറയാണ് 85 ആണെന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം സാർ ഏത് ദിവസമായിരുന്നു ആബ്സെന്റ്, അപ്പൊ നിങ്ങളത് പ്രസന്റ് ആയിരുന്നെങ്കിൽ സാറോട് പറയാം, അതിന്റെ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും കയ്യിൽ വെക്കുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മാസം കഴിയുമ്പോഴെങ്കിലും അപ്പോഴുള്ള അറ്റൻഡൻസ് പെർസെൻറ്റേജ് എന്താന്നുള്ളത് പോയി ചോദിക്കുക. അപ്പൊ ഈ കുറെ ലീവ് ഉള്ളവർക്കാണ് ഇതിന്റെ പ്രശ്നം ആവശ്യം വരിക. കാരണം നിങ്ങൾ 75 എത്തിയിട്ടില്ലേ, 73 ആണോ 74 ആണോ, അപ്പൊ അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് സേഫ് സോണൊക്കെ ആക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് നമ്മൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് തീരുമാനിക്കാം അടുത്ത മാസം അയാളുടെ ഒരു ക്ലാസ് പോലും ഞാൻ കളയരുത്, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, സബ്മിറ്റ് അസൈൻമെന്റ്സ് ബിഫോർ ഡെഡ് ലൈൻസ്. പൊതുവെ എല്ലാവരും അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ച സാധനം അതേപോലെ കൊടുക്കലാണ്. അങ്ങനെ കൊടുക്കുന്നത് ഒരു പരിധി വരെ സ്റ്റാഫ്സും അതിനൊരു കാരണക്കാരാണ്. കാരണം സ്റ്റാഫ് അതിനകത്ത് കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഇതിപ്പോ ഒരു കേരളത്തിലൊരു നോമായി മാറി. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ
ആരെങ്കിലും ഒരാൾ എഴുതും, അത് അതുപോലെ കോപ്പി അടിച്ചു തരും. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് തീരാത്ത പോർഷൻസ് ഉണ്ടാവും സ്റ്റാഫുകളിൽ. അപ്പൊ അത് അസൈൻമെന്റ് ആയിട്ട് കൊടുക്കും. അത് നിങ്ങൾ ഇന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ പഠിച്ചോണ്ട് ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാന്ന് പറയുമ്പോൾ പോർഷൻ തീർന്നല്ലോ, അങ്ങനെ അസൈൻമെന്റ് തരുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് കിട്ടുമ്പോൾ കഴിയുന്നത് നിങ്ങൾ സ്വയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, റാദർ ദാൻ ആരുടെയെങ്കിലും കോപ്പി അടിച്ച് അതുപോലെ ഇതിന് പകരം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നെറ്റിലോ ഇപ്പൊ ഈ ഗൂഗിൾ ജെമിനിയും അതേപോലെ ChatGPT ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയും കിട്ടാത്തത് നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങളായിട്ട് സ്വയം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യണം, നിങ്ങളായിട്ട് സ്വയം സെർച്ച് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുക, അവൈലബിൾ ആയിട്ട്. മറ്റൊരാളുടെ അതുപോലെ നോക്കി എഴുതുന്നത് ഒരു സുഖമില്ലാത്ത ഏർപ്പെടാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിനൊരു പരിമിതി ഉണ്ട്. കാരണം അത് നോക്കേണ്ട സ്റ്റാഫ് പോലും ചിലപ്പോൾ നോക്കൂല. കാരണം ഇങ്ങനെ അസൈൻമെന്റ് ഒരുപാട് പേരുടെ കിട്ടും. ഇവനൊക്കെ അസൈൻമെന്റ് തന്നു, അപ്പൊ ഇവർക്കൊക്കെ 15 മാർക്ക് അങ്ങനെ പറഞ്ഞ ഫുൾ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാം, നിങ്ങൾ വായിക്കുമ്പോൾ ഈ സെന്റൻസ് അതിൽ ആഡ് ചെയ്യണോ, ഇത് ആഡ് ചെയ്യണ്ടേ എന്നുള്ളൊരു വേർതിരിവ് ഒന്ന് വായിച്ചിട്ട് ആ ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ ചിന്തിക്കൂലേ, അത് നമ്മളെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ അസൈൻമെന്റ്സ് കഴിയുന്നതും ഒറിജിനൽ വർക്ക്സ് തന്നെ കീപ്പ് ചെയ്യുക ആൻഡ് കീപ്പ് ഇറ്റ് ബിഫോർ ഡെഡ് ലൈൻ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞാൻ ഡേറ്റിന്റെ കാര്യത്തിൽ കർശനായിരുന്നു. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് സബ്മിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറേ ലാസ്റ്റ് ഡേറ്റിന്റെ നിങ്ങൾക്കൊരു ഡേറ്റ് തരും, അതായത് 25-ാം തീയതിന്റെ മുമ്പായിട്ട് നിങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 25-ാം തീയതിന്റെ മുമ്പായിട്ട് തരണം എന്ന് പറഞ്ഞാല് 25-ാം തീയതി തരണം എന്നല്ല, 24-ാം തീയതി തരണം എന്നും അല്ല. എന്താ ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് 10 ആണ്, 25-ാം തീയതിന്റെ ഉള്ളിൽ തരണം എന്ന് പറഞ്ഞാൽ 25-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. 10-ാം തീയതിയാണ് സാർ അസൈൻമെന്റ് തന്നെങ്കിൽ നിങ്ങൾക്ക് 11-ാം തീയതി അസൈൻമെന്റ് കൊടുക്കാം, 12-ാം തീയതി കൊടുക്കാം, 13-ാം തീയതി കൊടുക്കാം, 14-ാം തീയതി കൊടുക്കാം, എന്നും കൊടുക്കാം. 25-ആണ് ലാസ്റ്റ് ഡേറ്റ്. 25 കഴിഞ്ഞിട്ട് പിന്നെ 26-ന് തന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആ പോളിസി ഫോളോ ചെയ്യുന്ന ആളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ ഡേറ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റിന് നിങ്ങൾക്ക് തരുമ്പോൾ അത് നിങ്ങൾ 4-ാമത്തെ കൊല്ലം കഴിഞ്ഞ് നിങ്ങളൊരു കമ്പനിയിൽ പോകുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും, ഡേറ്റ്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ അസൈൻമെന്റ്സ് എപ്പോഴും അതിന്റെ ലാസ്റ്റ് ഡേറ്റിൽ കീപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് ഡേറ്റിന്റെ മുന്നേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ബിലീവ് മീ, അങ്ങനെ മുന്നേ കൊടുക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. ആ കുറവ് ആയിട്ട് കൊടുക്കുന്ന കുട്ടികൾ ആരൊക്കെയെന്നുള്ള ഈ സ്റ്റാഫുകൾ ശ്രദ്ധിക്കും. ഇവർ നേരത്തെ ടൈമിലേക്കാട്ടിലും തന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ബിലീവ് മീ, അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് കൊടുക്കാൻ നോക്കുക. അടുത്തത്, പ്രിപ്പയർ ലാബ് റെക്കോർഡ്സ് ബിഫോർ ദി നെക്സ്റ്റ് സെഷൻ. നമ്മുടെ ലാബ് ശരിക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇനി അങ്ങോട്ട് S3 മുതൽ ശരിക്കും S1 S2 ചെയ്യേണ്ട പരിപാടിയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിക്കണമെന്ന് അറിയില്ല. ഈ S3 മുതലെങ്കിലും ലാബിന്റെ റെക്കോർഡ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹോസ്റ്റലിക്കോ വീട്ടിലേക്കോ കൊണ്ടുപോകരുത്. നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ ദിവസം ലാബ് ഉണ്ട് കോളേജിലേക്ക് പറഞ്ഞാൽ ലാബിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏതാ എക്സ്പെരിമെന്റ്, നിങ്ങളുടെ സൈക്കിൾ ഓർഡർ അനുസരിച്ചായിരിക്കും എക്സ്പെരിമെന്റ് നടക്കുക. നിങ്ങൾക്ക് ഏത് എക്സ്പെരിമെന്റ് ആണ് ഇന്ന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തലേന്നോ 2 ദിവസം മുന്നേ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഏത് എക്സ്പെരിമെന്റ് ആണോ ഇന്ന് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുക, ടാബുലാർ മുന്നേ തന്നെ എന്ത് ചെയ്യുക, ബുക്കിൽ എഴുതി അതിന്റെ ടാബുലാർ കോളൊക്കെ വരച്ചൊക്കെ റെഡിയാക്കുക. ക്ലിയർ? എന്നിട്ട് അന്ന് ലാബിന്റെ ക്ലാസ്സിലേക്ക് പോകുന്നു, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. എക്സ്പെരിമെന്റ് കിട്ടിയ വാല്യൂ ഇനി എന്ത് ചെയ്താൽ മതി, ആ ടാബുലാർ കോളത്തിൽ ഇടുന്നു, കാൽക്കുലേഷൻ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. അല്ലെ? അവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് നേരെ വാല്യൂസ് ഇട്ടിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഒരു അരമണിക്കൂർ എക്സ്പെരിമെന്റ് ചെയ്തതിനു ശേഷം മാക്സിമം പോയ ഒരു അരമണിക്കൂർ കൊണ്ട് കൂടി നമ്മുടെ ആ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതേ ദിവസം തന്നെ എന്ത് ചെയ്യുക, ലാബിൽ നിന്ന് സൈൻ മേടിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയം ബാക്കി ഉണ്ടാവും. അപ്പൊ അടുത്ത എക്സ്പെരിമെന്റ് നെക്സ്റ്റ് വീക്കിലായിരിക്കും എക്സ്പെരിമെന്റ് വരിക. അടുത്ത എക്സ്പെരിമെന്റ് ഏതാണോ അതിന്റെ മറ്റേ എയിം, അപ്പാരറ്റസ് റിക്വയർഡ്, അതിന്റെ ടാബുലാർ കോളം, ഇതൊക്കെ എന്ത് ചെയ്യുക, അന്ന് ക്ലാസ്സിൽ തന്നെ വരക്കുക. എന്നിട്ട് ആ റെക്കോർഡ് നിങ്ങളുടെ ക്ലാസ്സിലോ ലാബിലോ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെക്കുക. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയാം, ലാബിന്റെ പണികൾ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. ലാബിന്റെ വർക്കുകളും ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ ആ ലാബിന്റെ ഉള്ളിൽ തന്നെ കോളേജിന്റെ ടൈമിംഗ് തന്നെ ചേർക്കണം. ഈ ലാബിന്റെ ബുക്ക് നിങ്ങൾ ഹോസ്റ്റലിക്കോ അല്ലെങ്കിൽ വീട്ടിലോ കൊണ്ടുപോയാൽ നിങ്ങളുടെ പഠിക്കേണ്ട മേജർ ടൈം അവിടെ പോകും.
ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പൊ നിങ്ങൾ ലാബിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു 3 മണിക്കൂറായിരിക്കും പൊതുവെ ലാബ്, ചിലപ്പോൾ 2.5 മണിക്കൂറായിരിക്കും. ആ 2.5 മണിക്കൂറിൽ അന്നത്തെ ലാബ് കംപ്ലീറ്റ് നിങ്ങൾ സൈൻ മേടിച്ച് വെക്കുക. നെക്സ്റ്റ് വീക്കിനുള്ള ലാബ് അവിടുന്ന് വരച്ച് വെക്കുക. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസും സൈനും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അന്ന് അതിന്റെ നെക്സ്റ്റ് വീക്കിൽ ചെയ്യാം. അപ്പൊ ഈ വർക്ക് നമുക്ക് തലവേദനയായിട്ട് വരില്ല. മിക്കവരും ചെയ്യാ ഈ റെക്കോർഡ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് എന്നാണോ ലാബ് ഉള്ളത് അതിന്റെ തലേന്ന് ഇരുന്നിട്ട് ഇത് ഫുള്ള് എഴുതി വരച്ച്, അതും വരക്കലും എഴുതലൊക്കെ വേറെ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും, അവൻ്റെത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൻ്റെത് നോക്കി എഴുതും. അവൻ എന്ത് തെറ്റ് വരുത്തിയാലും അത് നമ്മളും വരുത്തും. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും സീനിയേഴ്സിന്റെ റെക്കോർഡ് ഉണ്ടാവും, അതേപോലെ വാല്യൂ എടുത്ത് കോപ്പി. ഒരു കാര്യമില്ല ലാബിൽ. അപ്പൊ അത് നമുക്ക് എക്സ്ട്രാ പണിയാണ്, നമുക്ക് വെറുക്കും മടുക്കും ലാബ് പൊതുവെ എല്ലാവരും ലാബ് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിലപ്പോൾ കുറേ നേരം സമയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കുശലം പറഞ്ഞിരിക്കും, സംസാരിച്ചിരിക്കും, തമാശ പറഞ്ഞിരിക്കും. ചിലപ്പോൾ ഫോൺ അലൗഡ് അല്ല, വേറെ ചില കോളേജിൽ ഫോൺ ഉണ്ടെങ്കിൽ അതിമ തോണ്ടിരിക്കും. ആ ടൈം ഇരുന്ന് റെക്കോർഡ് ഇരുന്ന് അവിടെ കംപ്ലീറ്റ് ആക്കിയ ആ ഒരു ആഴ്ച നിങ്ങൾക്ക് ആ പണി വീട്ടിൽ കൊണ്ടുപോകണം. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. റിവൈസ് മൊഡ്യൂൾ 1 and 2 ബിഫോർ ഇന്റേണൽ എക്സാം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മൊഡ്യൂൾ 1ഉം 2 ആണ് ഏറ്റവും എളുപ്പം. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഇന്റേണൽസ് സ്കോർ ചെയ്യാൻ പറ്റിയ ഇന്റേണൽ ആണ്, ഇന്റേണൽ എക്സാം ആണ്. അപ്പൊ അതിന് നന്നായിട്ട് പഠിച്ചു. അതേപോലെ 3ഉം 4ഉം ആയിരിക്കും ഇന്റേണൽ എക്സാം 2ന് ഉണ്ടാവുക, അതും നന്നായിട്ട് പഠിക്കാം. പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ PBL, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് പ്രൊജക്ട് ടീം മീറ്റിംഗ്സ്. അതായത് നമ്മുടെ PBL സബ്ജക്ട് ഉണ്ടല്ലോ, മാനുഫാക്ചറിംഗ് പ്രോസസ്. അപ്പൊ അതിന്റെ പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവായിട്ട് അറിഞ്ഞു. കാരണം അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കൂടുതൽ ചർച്ചകളിൽ ഇൻവോൾവ് ആകുമ്പോഴേ ലാസ്റ്റ് ഒരു പ്രസന്റേഷൻ ഉണ്ടാവും. അപ്പൊ ആ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ടീമിന്റെ ഒരു മെമ്പറായി വെറുതെ തുടരുന്നതിന് പകരം നിങ്ങൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഫൈനൽ പ്രസന്റേഷനിൽ അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ ഒതുങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കുന്നവരാണ്, അവൻ ചെയ്തു ഇത് ചെയ്തു അപ്പൊ അത് കിട്ടി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ആ ഫൈനൽ പ്രസന്റേഷൻ അന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആക്റ്റീവ് ആയിട്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെങ്കിൽ അതും അന്ന് ആ പ്രസന്റേഷന്റെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ചെക്ക് KTU പോർട്ടൽ റെഗുലർലി ഫോർ എക്സാം ഷെഡ്യൂൾ അപ്ഡേറ്റ്സ്. നിങ്ങൾ അത് ഒരു നേച്ചർ ആക്കണം. ഇപ്പോൾ ഈ ഞാനുള്ള കാലം മുതൽ, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് പറഞ്ഞാൽ അത് KTUന്റെ മുന്നേ ആയിരുന്നു, എപ്പോൾ നോക്കിയാൽ ഉണ്ടാവും എക്സാം അടുപ്പിച്ചിട്ട് വല്ലൊരു സമരം അല്ലെങ്കിൽ അവധി. അത് സാർ നാളെ ലീവാണോ, നാളെ സമരമായെങ്കിൽ ലീവ് ഉണ്ടാവും, ഇന്ന രാഷ്ട്രീയ പാർട്ടി നാളെ എന്തോ ബന്ദ് പറഞ്ഞിട്ട് അപ്പൊ നാളെ എക്സാം ഉണ്ടാവുമോ, ഈ എല്ലാ അതിന്റെ ഒരു ഫേക്ക് ന്യൂസ് ഇറങ്ങും, എക്സാം മാറ്റി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് പ്രൂഫ് കിട്ടണമെങ്കിലും KTUയുടെ പോർട്ടലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ബിലീവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ HODന്റെ അടുത്ത് ഒഫീഷ്യലി ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ബിലീവ് ചെയ്യാം. കാരണം എല്ലാ കാര്യം KTU പോർട്ടലിൽ കിട്ടില്ല, ചിലത് മെയിലായിട്ട് പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ കോളേജിനോ ആണ് വരിക. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും എവിടെന്നെങ്കിലും കേട്ട വാർത്തയായിട്ട് നിങ്ങൾ KTUവിന്റെ കാര്യങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ KTUയുടെ ഒഫീഷ്യൽ പോർട്ടലിൽ നിന്ന് കാര്യങ്ങൾ കിട്ടുമെന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സിൽ നിന്നോ പ്രിൻസിപ്പളിൽ നിന്നോ ഉള്ള ഇൻഫർമേഷൻസ് മാത്രം വിശ്വസിക്കാം. ഇനി ഡോൺസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോണ്ട് മിസ് ലാബ്സ്. ഒരു ലാബ് എങ്ങാനും നിങ്ങൾക്ക് മിസ്സായാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ലാബ് മിസ്സാവുന്നതോടുകൂടി അത് നിങ്ങൾ വരുന്നില്ല എന്നല്ലേ, ആ ലാബ് എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് വീക്കിലാണ് ലാബ് വന്ന് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് മറ്റേ എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ എപ്പോഴും ലാഗായിരിക്കും. അപ്പൊ അത് കഴിയുന്നതും ലാബ് ഉള്ള ദിവസങ്ങളിൽ ലീവ് എടുക്കാതെ ശ്രദ്ധിക്കുക. ക്ലിയർ? റെക്കോർഡ് സബ്മിഷൻ ഈസ് മാൻഡേറ്ററി. നമ്മുടെ ഫൈനൽ എക്സ്റ്റേണൽ എക്സാമിന് റെക്കോർഡിന് 5 മാർക്കുള്ളൂ. അപ്പൊ ചില ആൾക്കാർ കുട്ടികൾ എന്താ പറയുക, ആ 5 മാർക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, കാരണം ആ റെക്കോർഡ് എഴുതി ഉണ്ടാക്കാൻ എത്രങ്ങാനും സമയം ഞാൻ കൊടുക്കണം, 5 മാർക്കല്ലേ പോളൂ, ഞാൻ ബാക്കിയുള്ള 45 നേടിക്കോളാം എന്ന് പറഞ്ഞ് നടന്നാൽ നടക്കൂല. റെക്കോർഡ് ബുക്ക് ഇല്ലാത്ത ഒരാൾക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല. റെക്കോർഡ് കംപ്ലീറ്റ് ആകാത്ത ഒരു കുട്ടിനെ പരീക്ഷയ്ക്ക് ഇരുത്തൂല. അപ്പൊ ആ റെക്കോർഡ് ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. അതിന് 5 മാർക്കേ ഉള്ളൂ എങ്കിലും റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ എക്സ്റ്റേണൽ സ്റ്റാഫിന്റെ കയ്യിൽ അവിടെ ബുക്ക് കൊടുക്കണം, എന്നാലേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ. ക്ലിയർ? അപ്പൊ റെക്കോർഡ് സബ്മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോണ്ട് ഇഗ്നോർ എക്കണോമിക്സ് ആൻഡ് എത്തിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എക്കണോമിക്സ് എത്തിക്സ് മറ്റുള്ള സബ്ജക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇപ്പൊ എക്കണോമിക്സ് എത്തിക്സും കുറച്ചുകൂടെ എളുപ്പമാണ് തോന്നും.
പക്ഷെ അത് ശ്രദ്ധിക്കുക, അത് തോൽക്കുന്നവരുമുണ്ട്. അത് അത്ര ലാഘവത്തിൽ എടുത്തിട്ട് എല്ലാ കോർ പേപ്പറും ജയിച്ചിട്ട് എക്കണോമിക്സ് കോർ എഞ്ചിനീയേഴ്സ് മാത്രം തോറ്റ കുട്ടികളുമുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോണ്ട് മിസ് യുവർ ഇന്റേണൽ എക്സാംസ് വിത്തൗട്ട് മെഡിക്കൽ ഡോക്യുമെന്റേഷൻ. ഇന്റേണൽ എക്സാംസ് നിങ്ങൾ ലീവായി കഴിഞ്ഞാൽ, ഇപ്പോൾ ജെനുവിൻ റീസൺ ആണെങ്കിൽ പൊതുവെ കോളേജ് എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ സ്റ്റാഫുകൾ നടത്തി തരുമായിരിക്കും. പക്ഷെ എപ്പോഴും ആ ഫസ്റ്റത്തെ എക്സാം തന്നെ എഴുതാൻ ശ്രമിക്കുക. കാരണം അത് കുറച്ച് ജനറൽ ആയിരിക്കും, കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, രണ്ടാമതൊരു എക്സാം നടത്താറുമ്പോൾ ഈ സ്റ്റാഫിനും അതിനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, കാരണം പെട്ടെന്ന് റാൻഡംലി ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ജനറലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ല അതിൽ വരിക. അപ്പോൾ കഴിയുന്നതും ആ ഫസ്റ്റത്തെ എക്സാമിൽ തന്നെ നിങ്ങൾ എല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡോണ്ട് കോപ്പി അസൈൻമെന്റ്സ്. പ്ലാഗിയാരിസം ക്യാരി സീരിയസ് പെനാൽറ്റീസ്. പ്ലാഗിയാരിസം ക്യാരി സീരിയസ് പെനാൽറ്റീസ് വെൻ യു ആർ ഡൂയിങ് ഇൻ ദി ഹയർ സ്റ്റഡീസ്. ഇപ്പം എംടെക്കോ അല്ലെങ്കിൽ PhD ഒക്കെ ചെയ്യുമ്പോഴാണ് പ്ലാഗിയാരിറ്റി പ്രശ്നമുള്ളത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, അസൈൻമെന്റ്സ് ഒറിജിനൽ ആക്കാൻ നോക്കുക, കോപ്പി ഒഴിവാക്കുക. ഡോണ്ട് സ്റ്റാർട്ട് എക്സാം പ്രിപ്പറേഷൻ ഇൻ ദി ഫൈനൽ വീക്ക്. കൂടുതലൊന്നും പറയണ്ടല്ലോ, ഞാനിപ്പോൾ ഇന്ന് കുറേ നേരമായിട്ട് അതന്നെ പറഞ്ഞു തന്നത്. എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ മാത്രം ഇരുന്ന് പഠിച്ചാൽ വിജയിക്കാൻ കഴിയണമെന്നില്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ S3 സ്റ്റുഡൻസ് എന്നുള്ള അർത്ഥത്തിൽ 2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ആക്ടിവിറ്റി പോയിന്റ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിക്കണമെന്നറിയില്ല, S1 S2 നിങ്ങളോട് പറഞ്ഞിക്കണമെന്നറിയില്ല. നിങ്ങളുടെ സ്കീം മുതൽ 2024 സ്കീം മുതൽ ആക്ടിവിറ്റി പോയിന്റ്സിന്റെ സ്റ്റൈല് മാറിയിട്ടുണ്ട്. അതായത് റെഗുലർ സ്റ്റുഡൻസ് ആണോ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് പറഞ്ഞാൽ 120 പോയിന്റ്സ് വേണം. നിങ്ങൾ ലാറ്ററൽ സ്റ്റുഡൻസ് ആണോ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് ആയിട്ട് 90 പോയിന്റ്സ് വേണം. ഈ ആക്ടിവിറ്റി പോയിന്റ്സ് ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ, അതായത് റെഗുലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 120, ലാറ്ററൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 90 അല്ലേ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 3 ക്രെഡിറ്റ്സ് ആണുള്ളത്. ഈ 3 ക്രെഡിറ്റ്സ് നിർബന്ധമാണ് നമുക്ക് BTech സർട്ടിഫിക്കറ്റ് കിട്ടാൻ. എങ്ങനെ? BTech സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണമെങ്കിൽ ആക്ടിവിറ്റി പോയിന്റ്സിലെ 3 ക്രെഡിറ്റ്സ് ഉണ്ട്. ആ 3 ക്രെഡിറ്റ്സ് എനിക്ക് കിട്ടണം. അതായത് റെഗുലർ ആയി പഠിക്കുന്ന കുട്ടിക്ക് 120 പോയിന്റ്, ലാറ്ററൽ ആയിട്ട് വരുന്ന കുട്ടിക്ക് 90 പോയിന്റ്. ഞാൻ റെഗുലർ കുട്ടീന്റെ കേസ് ആദ്യം പറയാം. എങ്ങനെയാണ് ഈ 3 ക്രെഡിറ്റ്സ് കിട്ടുക? 3 ക്രെഡിറ്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോ കാറ്റഗറിക്കും ഓരോ ക്രെഡിറ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടണം, ഇവിടെയും ഒരു പോയിന്റ് കിട്ടണം, ഇവിടെയും ഒരു ക്രെഡിറ്റ് കിട്ടണം. അങ്ങനെയാണ് 3 ക്രെഡിറ്റ്സ് കിട്ടുക. എങ്ങനെയാണ് എനിക്കിത്, ഞാൻ ഒന്ന് സൂം ചെയ്ത് തരാം നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാണ് എനിക്ക് ഇവിടെ ഒരു ക്രെഡിറ്റ് കിട്ടുക? ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എനിക്ക് 40 പോയിന്റ് കിട്ടിയാൽ എനിക്ക് ഒരു ക്രെഡിറ്റ് കിട്ടി. ഒരാൾക്ക് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇവിടുന്ന് 60 പോയിന്റ് കിട്ടി വിചാരിച്ചോ, എന്നാലും ക്രെഡിറ്റ് എന്തേ ഉള്ളൂ? ഒന്നുള്ളൂ. ഒരാൾക്ക് ഇത്രയും ആക്ടിവിറ്റീസ് ഇവിടുന്ന് 100 പോയിന്റ് കിട്ടി വിചാരിച്ചോ, എന്നാലും ക്രെഡിറ്റ് എന്തേ ഉള്ളൂ? ഒന്നുള്ളൂ. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയും പ്രോഗ്രാംസിൽ നിന്ന് 40 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, മിനിമം 40 കിട്ടിയാൽ ഒരു ക്രെഡിറ്റ് കൊടുക്കാം. അതോടുകൂടി ഇവിടെ ഓക്കെ. ഇനിയോ അടുത്തൊരു പോയിന്റ് കിട്ടേണ്ടത് 40 പോയിന്റ്സ് കിട്ടേണ്ടത് സെക്കൻഡ് ഗ്രൂപ്പ് എന്നാ. ഇവിടെ ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ നോക്കിയേ, NSS, NSO, ആർട്സ്, സ്പോർട്സ്, ഗെയിംസ്, യൂണിയൻ, ക്ലബ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ കോളേജിൽ അവിടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. NSSലെ മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ആർട്സും സ്പോർട്സ് ഗെയിംസ് ഒക്കെ നമ്മുടെ കോളേജിൽ തന്നെ നടക്കും. ചിലപ്പോൾ പുറത്ത് നാഷണൽ ലെവലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലോ പോകുന്നവരുണ്ടാവാം. യൂണിയൻ ഉണ്ടാവാം, ക്ലബിന്റെ പല ക്ലബ്ബുകൾ ഉണ്ടാവും. അതിന്റെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പോയിന്റ്സ് കൊടുക്കാം. അതിന് 40 പോയിന്റ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിലെ 40 പോയിന്റ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. സെക്കൻഡ് ഗ്രൂപ്പും തേർഡ് ഗ്രൂപ്പും അങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. സെക്കൻഡ് ഗ്രൂപ്പിൽ നോക്കിയേ, അവിടെയും 40 പോയിന്റ്സ് കിട്ടിയാൽ ഒരു ക്രെഡിറ്റ് കിട്ടും. 40ന്റെ താഴെയാണെങ്കിൽ ഈ ക്രെഡിറ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ 3 ക്രെഡിറ്റ് കണ്ടീഷൻ കിട്ടൂല. ഇവിടെ ഒരാൾക്ക് 2 കിട്ടൂല. ഇവിടെ എപ്പോഴും മാക്സിമം 1 ക്രെഡിറ്റേ കിട്ടൂ. ഇവിടെയും ഒരു മാക്സിമം 1 കിട്ടൂ, ഇവിടെ 1 കിട്ടൂ. അപ്പൊ 40 പോയിന്റ് ഇവിടെയും 40 പോയിന്റ് ഇവിടെയും 40 പോയിന്റ് ഇവിടെയും കൂട്ടുമ്പോഴാണ് റെഗുലറിന്റെ 120. ഓക്കെ, ലാറ്ററൽ സ്റ്റുഡൻസിനാകുമ്പോൾ ഇവിടെ 40 വേണ്ട, 30, 30, 30, അങ്ങനെ 30 × 3 90 പോയിന്റ്സ് മതി.
ഇനി ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിയേ 40 പോയിന്റ്സ് എങ്കിലും ഉണ്ടായാൽ ഒരു ക്രെഡിറ്റ് കിട്ടും. ആ 40 പോയിന്റ്സ് കിട്ടാൻ നോക്കിയേ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ടോഫലോ IELTS ഇത് ഏതെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ അക്യൂർ ചെയ്യണം. ചില്ലറ പണിയല്ല. അടുത്ത നോക്കിയേ ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ്, GRE എക്സാമോ കാറ്റ് എക്സാമോ മാറ്റ് എക്സാം അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ, അതായത് ഗേറ്റ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്ത് കിട്ടും, ഇവിടെ പോയിന്റ്സ് കിട്ടും. ഇനി അതല്ല എങ്കിൽ പിന്നെ പറ്റുന്നത് ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് മിനിമം 2 വീക്സ്, ക്ലിനിക്കൽ എക്സ്പോഷർ ട്രെയിനിങ് മിനിമം 2 വീക്സ്, കോൺഫറൻസ് അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷൻ, വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ്, പ്രൊഫഷണൽ ബോഡി ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേഷൻ ഇൻ യൂണിവേഴ്സിറ്റി ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ ഹാക്കത്തോൺസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ 40 പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഡൗട്ട് വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ സാർ ഒരു ഹാക്കത്തോണിൽ പങ്കെടുത്തു, ഒരു ഹാക്കത്തോണിൽ പങ്കെടുത്താൽ കംപ്ലീറ്റ് 40 കിട്ടുമോ, അതല്ല 10 ആണോ 5 പോയിന്റ് ആണോ? ഞാൻ ഒരു ഷോർട്ട് ടേം ട്രെയിനിങ് കൊടുത്തു, അതിന് 20 പോയിന്റ് ആണോ, അതല്ല കംപ്ലീറ്റ് 40 കിട്ടുമോ? ഞാൻ ഗേറ്റ് സ്കോർ കിട്ടി, ഗേറ്റ് ഞാൻ ക്വാളിഫൈ ചെയ്തു, അപ്പൊ അതോടുകൂടി എനിക്ക് 40 കിട്ടുമോ, അതല്ല ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് എനിക്ക് 10 കിട്ടുള്ളൂ, ബാക്കി ഇനി വേറെയും ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണോ 40? ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി തന്നിട്ടില്ല. ഓക്കെ, അത് മേ ബി ഈ ഇയർ തന്നെ ചിലപ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുമായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് 40 പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കുറച്ച് പണി തന്നെയായിരിക്കും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് GRE കാറ്റും മാറ്റും ഒക്കെ അതൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ ബിടെക് എടുക്കുമോ എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടാവും അല്ലേ. ഗേറ്റ് സ്കോർ, വാലിഡ് ഗേറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് വേണം. രണ്ടും പണിയാണ്. പിന്നെ കൂട്ടത്തിൽ എനിക്ക് തോന്നിയ എളുപ്പം എന്ന് പറയുന്നത് ഇവിടെയാണ്, ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് മിനിമം 2 വീക്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രെയിനിങ്ങിന് പോവുക, 2 ആഴ്ചയിൽ കുറയാത്ത ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പോ, അതല്ല നിങ്ങൾ എന്തെങ്കിലും പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പോവാണ്, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, പ്രൊഫഷണൽ ബോഡി IEEE അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രൊഫഷണൽ ബോഡിയുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി ലെവലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവലുള്ള ഹാക്കത്തോൺസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യും, ഇതിന് മാർക്ക് കിട്ടും. അങ്ങനെ പങ്കെടുത്ത് കിട്ടിയാലേ ഈ ക്രെഡിറ്റ് പോയിന്റ് 1 കിട്ടൂ. ഓക്കെ, മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നാണ് അടുത്ത 40 പോയിന്റ്. മൂന്നാമത്തെ നോക്കിയേ, ജേർണൽ പബ്ലിക്കേഷൻ, പേറ്റന്റ്, സ്റ്റാർട്ടപ്പ്, ഇന്നോവേഷൻ, വിന്നേഴ്സ് ഓഫ് നാഷണൽ ഓർ ഇന്റർനാഷണൽ ലെവൽ ഹാക്കത്തോൺസ്. നോക്കിയേ, ഹാക്കത്തോണിൽ പങ്കെടുത്താൽ ഇവിടുത്തെ 40ലേക്ക് വലിയൊരു എമൗണ്ട് കിട്ടും. അതിൽ വിജയിച്ചാലോ ഇവിടുത്തെ കാറ്റഗറിയും ഓക്കെയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസിയുടെ ഏതെങ്കിലും സ്കിൽ സർട്ടിഫിക്കറ്റ്, ഇപ്പൊ ASMEയുടെ ഒക്കെ ഏതെങ്കിലും ഒരു ഏരിയയുടെ സ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതും എന്താണ് ഇവിടെ മാർക്കിന് പരിഗണിക്കും. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആക്ടിവിറ്റി പോയിന്റ്സ് പലരും ഫസ്റ്റ് ഇയറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നല്ലോണം ശ്രദ്ധിക്കണം. ആക്ടിവിറ്റി പോയിന്റ്സിലെ 3 ക്രെഡിറ്റ്സ് കിട്ടിയാലേ നമ്മൾ BTech സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആവുള്ളൂ. ആ 3 ക്രെഡിറ്റ്സ് കിട്ടേണ്ട രീതിയാണ് 40 × 40 × 40 120 റെഗുലറിന് കിട്ടും. അതേസമയം ഇവിടെ 30 ആയിരിക്കും ലാറ്ററൽ സ്റ്റുഡൻസ്. കാരണം ലാറ്ററൽ സ്റ്റുഡൻസിന് ഒരു കൊല്ലം കുറവാണല്ലോ. അപ്പൊ ആ ഒരു ടൈം അവർക്ക് കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ 90 പോയിന്റ്സ് മതി എന്ന അർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ ഈ ക്രെഡിറ്റ് നിർബന്ധമാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ക്രെഡിറ്റേ കിട്ടുള്ളൂ. അതായത് ഓരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാംസിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. ഓക്കെ, ഇത് മറന്നു പോകരുത്. നിങ്ങൾ ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുക കേട്ടോ. പണ്ടത്തെ ആക്ടിവിറ്റി പോയിന്റ്സ് ഇങ്ങനെ അല്ലായിരുന്നു, അത് ഭയങ്കര എളുപ്പമായിരുന്നു. കുറെ ഫേക്ക് ഉണ്ടാക്കി വരുന്നവരുണ്ട്. ഇപ്പൊ അതല്ല, അവസ്ഥ മാറിയിട്ടുണ്ട്. ക്ലിയർ? പിന്നെ ഇവിടെ ഞാൻ ഇത് പറയാനുള്ള കാരണം, നമ്മുടെ BTech റെഗുലേഷൻ പ്രകാരം, BTechന്റെ റെഗുലേഷൻ പ്രകാരം S3 കഴിഞ്ഞാൽ, ഈ 2024 സ്കീമിൽ S3 കഴിഞ്ഞാൽ ആഫ്റ്റർ 3rd സെം നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ അവർ തരുന്നുണ്ട് യൂണിവേഴ്സിറ്റി. അതായത് ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ്. അതായത് S3 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ ഗ്യാപ്പ്, ആ ലീവൊക്കെ ഉണ്ടല്ലേ, ആ സമയത്ത് S3 കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ചെറിയ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് 8 വീക്സിന് മുകൾക്ക്, അതായത് 2 മാസത്തിലേറെ പോകാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടില്ലേ 2 ആഴ്ചയെങ്കിലും എന്നുള്ള അർത്ഥത്തിലുള്ള
ഇന്റേൺഷിപ്പ് നമുക്ക് ചെയ്യാം. അത് S3 കഴിഞ്ഞ സ്റ്റുഡൻസിനുള്ള ഒരു അലൊക്കേഷൻ ആയിട്ട് നമ്മുടെ കരിക്കുലത്തിൽ സ്കീമിലെവിടെയോ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ S3 ആണ്, ഇൻ ബിറ്റ്വീൻ അല്ല, നിങ്ങൾ S3 പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ടൈം പീരീഡ് ഉണ്ടാവില്ല, ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ടൈമിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പ് ചെയ്യാം. ഒരിക്കലും 8 വീക്കൊന്നും എടുക്കരുത്. ഇതുപോലെ മാക്സിമം എന്നാണ് പറഞ്ഞത്. കാരണം 8 വീക്ക് പറഞ്ഞാൽ 2 മാസമായി, പിന്നെ നമുക്ക് ക്ലാസ്സിൽ കയറി ഇരിക്കണ്ടേ. അപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ആ രീതിയിലുള്ള ഏതെങ്കിലും ഇന്റേൺഷിപ്പോ ട്രെയിനിങ്ങോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ആ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പിന്റെ മാർക്ക് ഇവിടുത്തെ ആ 40 പോയിന്റ്സിന് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ആക്ടിവിറ്റി പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇയർ ഔട്ടിന്റെ ക്രൈറ്റീരിയ ആണ്. ഇപ്പൊ ഈ കഴിഞ്ഞ എന്നായിരുന്നു, ഈ ജൂലൈ 9-ാം തീയതിയാണ് KTU സർക്കുലർ ഇറക്കി. അതായത് S5 രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് പോയിന്റ്സ് വേണം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇത് നോക്കി, ഞാനൊന്ന് സൂം ഇൻ ചെയ്ത് തരാം. പുതിയ സ്കീമിൽ പ്രകാരം നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളുള്ളത് ഈ 3rd സെമസ്റ്ററിലാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് റെഗുലർ സ്റ്റുഡൻസിനും മറ്റേത് ലാറ്ററൽ സ്റ്റുഡൻസിനുമാണ്. ഇത് റെഗുലർ സ്റ്റുഡൻസ് ആണ്, ഇത് ലാറ്ററൽ സ്റ്റുഡൻസിന്റെ കോളാണ്. എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളുള്ളത് ഈ 3rd സെമസ്റ്ററിലാണ്. ഓക്കെ, 3rd സെമസ്റ്ററിൽ നിങ്ങൾക്ക് 25 അല്ലെങ്കിൽ 24 ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് സബ്ജക്ട്സ് യു ടേക്ക്. എനിക്ക് തോന്നുന്നു 3rd സെമസ്റ്ററിൽ 25 തന്നെ ആയിരിക്കും. 25 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്, എല്ലാ സബ്ജക്റ്റിനും ക്രെഡിറ്റ്സ് കൂടി. അപ്പോൾ 1ഉം 2ഉം 3ഉം കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മൊത്തം 69 ക്രെഡിറ്റ്സ് ആവും. നിങ്ങൾ ഈ സെമ്മിൽ തുടരാൻ, സെമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ S3 കയറാൻ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും അവർ പറയുന്നില്ല, നോട്ട് ഇൻസിസ്റ്റഡ്. പക്ഷേ S5 കയറുമ്പോൾ, 5th സെമസ്റ്ററിൽ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, 5th സെമസ്റ്ററിൽ കയറുമ്പോൾ 18 ക്രെഡിറ്റ്സ് വേണം. എവിടുന്ന്? S1 ആൻഡ് S2 നിന്ന് മാത്രം. നിങ്ങൾ 3ാമത്തെ ഇയറിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ടോട്ടൽ 44 ക്രെഡിറ്റ്സിൽ 18 ക്രെഡിറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 5th സെമസ്റ്റർ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇയർ ഔട്ട് ആണ്. അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് നിങ്ങൾ നേടിയതിന് ശേഷം അടുത്ത കൊല്ലത്തെ ബാച്ചിനൊപ്പം നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ പല ടീമുകളും അതിന്റെ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ആക്ച്വലി ആലോചിച്ച് നോക്കി. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഇയർ ഔട്ട് ആവുമ്പോൾ ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടും അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കും. പക്ഷെ നിങ്ങൾ നോക്കിയേ, 18 ക്രെഡിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ ടോട്ടൽ അറൗണ്ട് 12 സബ്ജക്റ്റുകൾ ഉണ്ടാവും. ലാബ് ഒഴിവാക്കി ഒരു 10ഓ 12ഓ സബ്ജക്റ്റ് ഉണ്ടാവും. ആ 10ഓ 12ഓ സബ്ജക്റ്റിൽ ഒരു 4 അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ഈ 18 കിട്ടും, സുഖമായിട്ട് കിട്ടും. സബ്ജക്റ്റ് 4ഉം 5ഉം വേണ്ട. കാരണം ഫസ്റ്റ് ഇയറിൽ ലാബ് വരുന്നുണ്ടോ, ലാബ് ഫിസിക്സും കെമിസ്ട്രിയുടെ ഒപ്പമാണ് അല്ലേ. ഇപ്പൊ ഈ ലാബിനൊക്കെ പൊതുവെ ക്രെഡിറ്റ് 2ആണ്. ഞാൻ ഈ S7 പറയുമ്പോൾ പറയാൻ പറ്റും, ലാബിന്റെ ക്രെഡിറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഇതിലൊരു 12ഓ 11ഓ എത്ര കിട്ടിയാൽ മതി ഈ സബ്ജക്റ്റിൽ. അതൊരു 3ഓ 4ഓ സബ്ജക്റ്റ് പാസ്സായാൽ മതി. 12 13 സബ്ജക്റ്റിൽ നിന്ന് ഒരു 3ഓ 4ഓ സബ്ജക്റ്റ് നിങ്ങൾ പാസ്സായാൽ, 3 മതിയാവില്ല, ഒരു 4എങ്കിലും വേണ്ടി വരും. അല്ല, 3 മതിയാവും ചില കേസിൽ. 3ഓ 4ഓ സബ്ജക്ട്സ് മതി നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ 18 കിട്ടാൻ. അതിന് നിങ്ങൾക്ക് എത്ര അവസരം കിട്ടുന്നുണ്ട്? ഫസ്റ്റ് സെമസ്റ്ററിൽ അതിന്റെ റെഗുലർ എക്സാം, സെക്കൻഡ് സെമസ്റ്റർ നടക്കുമ്പോൾ അതിന്റെ റെഗുലർ എക്സാമും ഫസ്റ്റ് സെമസ്റ്ററിന്റെ സപ്ലി എഴുതാം. 3rd സെമസ്റ്റർ ആകുമ്പോൾ ഫസ്റ്റിന്റെ സപ്ലി എഴുതാം, സെക്കൻഡിന്റെ സപ്ലി എഴുതാം. 4th സെമസ്റ്റർ ആകുമ്പോൾ ഫസ്റ്റിന്റെ സപ്ലി എഴുതാം, സെക്കൻഡിന്റെ സപ്ലി എഴുതാം. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റത്തെ സെം എഴുതാൻ നിങ്ങൾക്ക് ഏതാണ്ട് 4 ചാൻസസ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് സെം എഴുതാൻ നിങ്ങൾക്ക് ഏതാണ്ട് 3 ചാൻസസ് കിട്ടുന്നുണ്ട്. അത്രയും ചാൻസസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിയിട്ടും നിങ്ങൾക്ക് 18 ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല എങ്കിൽ there is some serious problem. അതായത് ഒന്നെങ്കിൽ നിങ്ങളടുത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത എന്തോ ഒരു സറൗണ്ടിങ് ആയിരിക്കാം. രണ്ടാമത്തെ പ്രശ്നം, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം ചിലർ നിർബന്ധ ബുദ്ധിയാൽ അല്ലെങ്കിൽ ആരൊക്കെയോ നിർബന്ധത്താൽ എഞ്ചിനീയറിംഗിന് വന്ന് കുടുങ്ങിയവരുണ്ടാവും. ഞാൻ മെഡിക്കൽ ആയിരുന്നു സാറേ ഇഷ്ടപ്പെട്ടത്, എഞ്ചിനീയറിംഗ് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പഠിച്ചാൽ എന്ത് ചെയ്തിട്ട് കാര്യം, എഞ്ചിനീയറിംഗ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പഠിച്ചാൽ കിട്ടില്ല. ദോ ഇറ്റ് ഈസ് ഡിസ്ഹേർട്ടനിങ് ഫോർ അസ്.
കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പെട്ടെന്ന് പോവാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്നും ക്ലാസ്സിൽ കണ്ടിരുന്ന ഒരു സ്റ്റുഡന്റ് ഇനി നമ്മുടെ ക്ലാസ്സിൽ ഇല്ല, അല്ലെങ്കിൽ അവന്റെ ഫിനാൻഷ്യൽ അവസ്ഥ അല്ലെങ്കിൽ വീട്ടിലെ അവസ്ഥയൊക്കെ മോശമായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു ടൈമാണത്. എനിക്ക് എഞ്ചിനീയറിംഗ് പറ്റുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ ബാച്ച്മേറ്റ്സിലെ പലരെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് അവർ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത്ത്, അതായത് അന്ന് പണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി കാലത്ത് ഇങ്ങനെ ഒരു ഇയർ ഔട്ട് ക്രൈറ്റീരിയ അല്ല. അതുകൊണ്ട് തന്നെ അലമ്പ് തുടങ്ങിയവർ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും സെവൻത്തും ഒക്കെ ഫുൾ അലമ്പാണ്. അലമ്പ് ഇൻ ദ സെൻസ് അവരൊന്നും പഠിക്കൂല, എല്ലാ പേപ്പറും സപ്ലി, 30-40 പേപ്പറൊക്കെ സപ്ലി ആയിട്ട് അവസാനം SIT കഴിയും. SIT കഴിഞ്ഞിട്ട് എന്താ കാര്യം? സപ്ലി എഴുതിയെടുക്കണ്ടേ? സപ്ലി എത്ര എന്ന് വെച്ചിട്ടാണ് എഴുതിയെടുക്കുക? കാരണം പൊതുവേ ഒരു ആവറേജ് ലെവലിലുള്ളവരായിരിക്കാം. എന്നാൽ ഈ കൂട്ടത്തിലുള്ള എൻ്റെ തന്നെ ക്ലാസ്മേറ്റ് S7 ആയപ്പോൾ, S7 ആയതിൻ്റെ അതിൻ്റെ റിസൾട്ടും കൂടെ വന്നപ്പോൾ 28 സബ്ജക്റ്റ് ആയിരുന്നു സപ്ലി. 28 സബ്ജക്ട് മെക്കാനിക്കൽ. എൻ്റെ ക്ലാസ്മേറ്റ് S8 ആയപ്പോൾ S8 കംപ്ലീറ്റ് പേപ്പർ അവൻ എഴുതിയെടുത്തു. ഈ 1 to 7 28 സപ്ലി ഉള്ള പേപ്പർ 28 അവൻ എഴുതിയെടുത്തു. അതൊരു അത്ഭുതമായിരുന്നു എനിക്ക്, കാരണം എന്നെ കൊണ്ട് അതൊന്നും കഴിയൂല. അപ്പൊ ഇതിൽ 28ഉം പിന്നെ ഈ S8 എത്ര 5-6 സബ്ജക്ട്, ഏതാണ്ട് 35 സബ്ജക്റ്റിന് അടുത്ത് അവൻ പഠിച്ച് ആ ഒരൊറ്റ സെമസ്റ്ററിൽ എല്ലാം എഴുതിയെടുത്തു. അങ്ങനെ കാലിബർ ഉള്ളവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ അത് വളരെ റെയറാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ ക്ലാസ്സിലെ അന്ന് കേരള സ്റ്റേറ്റ് എൻട്രൻസ് എക്സാം വളരെ ടൈറ്റ് ആയിരുന്നു. അന്ന് ആ എൻട്രൻസ് എക്സാമിലെ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പർ റാങ്ക് ആയിരുന്നു ആള്. എന്നിട്ട് ഫസ്റ്റ് മുതൽ തുടങ്ങി ഈ സെക്കൻഡ് ഇയർ ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാം. ആ ഒരു ആംഗിളിലേക്ക് പലതിലേക്കും പോയി അങ്ങനെ അലമ്പായി പോയി. S8 ആയപ്പോൾ അതായത് ഭയങ്കര മാർക്കല്ല, പക്ഷെ എല്ലാ പേപ്പറും അവൻ എഴുതിയെടുത്തു. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. സിനാരി എൻറ്റയർലി മാറി. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോ ആ 8th സെമസ്റ്ററിലേക്കുള്ള പോക്കൊന്നുമില്ല. നിങ്ങൾ തേർഡ് ഇയർ ആകുമ്പോഴത്തേന് നിങ്ങൾക്കൊരു റിമൈൻഡറാണ്. അപ്പൊ നിങ്ങൾ ഈ തേർഡോ ഫോർത്തോ ഇയർ സെം ആകുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കും, അല്ലെ? അപ്പൊ ഞാൻ ഈ സ്ലൈഡ് ഇവിടെ ഇട്ടത് നിങ്ങളിപ്പോ തേർഡ് സെമ്മിക്ക് പോവാണ്, അല്ലെ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മ വേണം. നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിന്റെയും സെക്കൻഡ് സെമ്മിന്റെയും റിസൾട്ട് വന്നിട്ടുണ്ടാവും. ക്രെഡിറ്റ് എത്രയാണ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് 18 എങ്കിൽ നിങ്ങൾ ഈ തേർഡും ഫോർത്തും സെമസ്റ്ററിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ 18 ക്രെഡിറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എഞ്ചിനീയറിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 18 ക്രെഡിറ്റ്സ്ക്കായിരിക്കണം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇയർ ഔട്ട് ക്രൈറ്റീരിയ വരുന്നത് S7ലാണ്. S7 അവർ പറയണത് 37 ക്രെഡിറ്റ്സ്. പക്ഷെ എവിടുന്നാണ്? S1 മുതൽ S4 വരെ. അപ്പൊ നിങ്ങൾ S5 ഓൾറെഡി 18 ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ എക്സ്ട്രാ ഒരു 19 ക്രെഡിറ്റ്സും കൂടെ കിട്ടിയാൽ മതി. അത് 1ഉം 2ഉം കൂടെ ഉണ്ട്, പ്ലസ് 3 and 4 ഉണ്ട്. അതിന്നും കൂടെ കൂട്ടിയിട്ട് ഒരു എക്സ്ട്രാ 19 ക്രെഡിറ്റ്സ് കിട്ടിയാൽ മതി. കാരണം S5 ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ 18 ആയിട്ടുണ്ടല്ലോ. പിന്നെ S7 നോക്കിയാൽ മതി. S6 അങ്ങനെ മിനിമം ക്രൈറ്റീരിയ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവര് പറയുന്നില്ല. അപ്പൊ അവിടെ നിങ്ങൾ S5 S7 നിങ്ങൾക്ക് 18 അല്ലെങ്കിൽ 37 ഈ പറയുന്ന ക്രെഡിറ്റ്സ് കിട്ടിയിട്ടില്ല എങ്കിൽ, ആ പറയപ്പെടുന്ന ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ 18 and 37 കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഇയർ ഔട്ട് ആവും. ഓക്കെ, ഇയർ ഔട്ട് ആവുന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് അറ്റൻഡൻസ് ഓവറോൾ അറ്റൻഡൻസ് 40% ബിലോ ആണെങ്കിലും എന്തുണ്ടാവും? ഇയർ ഔട്ട് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ 75 ഉണ്ടല്ലോ, അതെന്താ അറിയോ? ആ ഒരു ഓരോ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് 75ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് FE ഗ്രേഡ് ആയിട്ട് മാറും, ഫെയിലിയർ ഡ്യൂ ടു ഇനെലിജിബിലിറ്റി. പക്ഷേ നിങ്ങൾ മൊത്തത്തിൽ ഓവറോൾ ആയിട്ടുള്ള അറ്റൻഡൻസും എന്ത് ചെയ്യും? അതിനോടൊപ്പം കീപ്പപ്പ് ചെയ്യും ടീച്ചേഴ്സ്. ആ ഓവറോൾ അറ്റൻഡൻസിന് ഒരു പ്രസക്തി ഇല്ല. അതായത് നമുക്ക് സബ്ജക്റ്റിന്റെ അറ്റൻഡൻസിനാണ് പ്രസക്തി. ഒരു സബ്ജക്റ്റിൽ ചിലപ്പോൾ നമുക്ക് 80 ഉണ്ടാവും, മറ്റൊരു സബ്ജക്റ്റിൽ നമുക്ക് 75 ആയിരിക്കും, മറ്റൊരു സബ്ജക്റ്റിൽ 77 ആയിരിക്കാം. അപ്പൊ അവിടെ ഓവറോൾ കിട്ടുന്നതിന് പ്രസക്തി ഒന്നുമില്ല. പക്ഷേ ഓവറോളിന്റെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് 40% താഴെയാണെങ്കിൽ അപ്പൊ എന്തായാലും എല്ലാ സബ്ജക്റ്റിലും എന്തായിരിക്കും? 75ന്റെ താഴെ ആയിരിക്കും, മേ ബി ഈവൻ 60ന്റെ താഴെ ആയിരിക്കും, അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും ഇയർ ഔട്ട് ആണ്.
ക്ലിയർ ആവുന്നുണ്ടോ? അത് പലപ്പോഴും പല ടീച്ചേഴ്സും പറയാലോ, പക്ഷെ അങ്ങനെ ഉള്ള കുട്ടികൾ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ആണ്. കാരണം അങ്ങനെ ആരെങ്കിലും നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം. അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ S3 എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ചിലപ്പോൾ നിങ്ങൾ അലങ്കോലമായിട്ടുണ്ടാവും. കുറെ ചിലപ്പോൾ ചിലരും പറയും, സാർ ഞാൻ മെഡിക്കൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു, അവസാനം കിട്ടിയില്ല, അപ്പോഴേക്ക് S1 കഴിഞ്ഞു, പിന്നെ S2 പഠിക്കാൻ എനിക്ക് മാനസികമായിട്ട് ഒരു താല്പര്യമില്ലായിരുന്നു, ഞാൻ ആകെ ഡൗൺ ആയി. കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, ഇനി അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞു. ഇനി ആ കഥ ചാപ്റ്റർ നിങ്ങൾ നോക്കുകയേ വേണ്ട. ഇനി S3 മുതൽ ഒരു പുതിയ സെമസ്റ്റർ ആണ്, പുതിയ തുടക്കമാണ്, ഫ്രഷ് ആയിട്ട് പഠിക്കും. ആ പണ്ടുണ്ടായിരുന്ന എന്തൊക്കെ ഡിഫിക്കൽട്ടീസോ കാര്യം അതൊക്കെ മറന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അതിന് നിങ്ങളെ അക്കാഡമിക്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളിവിടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ ഡൗട്ടുകളോ കാര്യങ്ങളോ അതല്ല വേറെയുള്ള നമ്മുടെ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുകളുണ്ടോ, ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഇവിടെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ ഈ കോഴ്സിൽ കഴിയുന്നത്ര നിങ്ങൾക്ക് ഞാൻ പറയാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ, ഈ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് കിട്ടിയിട്ട് കാര്യമില്ല. പൈസ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചു വെക്കും, പക്ഷെ മറ്റല്ലേ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ പൈസ കൊടുത്തിട്ട് നമ്മൾ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് അവിടെ ഇങ്ങനെ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്, ഒറ്റ വീഡിയോ കാണൂല, ഒന്നും ചെയ്യില്ല. അവസാന എക്സാമിന്റെ നേരത്ത് ആ PDF ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് അപ്പോൾ സാർ ഇത് ഡൗട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, തുടക്കമാണ്. ഇപ്പൊ ഏതാണ് ക്ലാസ് തുടങ്ങി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇപ്പൊ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ജേണി, വലിയൊരു ജേണി, അതായത് വലിയ ജേണി പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ജേണി മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റും S3 മുതലുള്ള സബ്ജക്റ്റിൽ നിന്നാണ് തുടങ്ങുക. ഓക്കെ, അപ്പൊ ആ സബ്ജക്റ്റുകൾ നന്നായിട്ട് തറവാക്കാൻ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ എന്തൊക്കെയാണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള എനിക്കുള്ള വിവിധ മേഖലകൾ, ഇന്റേൺഷിപ്പിന്റെ പ്ലാനിങ്, ഇതൊക്കെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഈ ഒരു സെമസ്റ്ററിൽ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ S3 നമ്മുടെ മെക്കാനിക്കൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളും എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നും എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ആ ഒരു 3 കൊല്ലം എങ്ങനെ പോകണം എന്നുള്ളതും നിങ്ങൾക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഹിയർ മൈസെൽഫ് യുവർ ഫസ്ലുദ്ദീൻ സർ സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്.